സ്റ്റാർട്ട്. എല്ലാവർക്കും നമസ്കാരം. മെന്റൽ ഹെൽത്ത് വെബിനാർ സീരീസിന്റെ 10th ഡേയിൽ എത്തി നിൽക്കുകയാണ്. സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ 9 ദിവസത്തെ ജേർണി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച് നമ്മുടെ 10th ഡേ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ എത്തി നിൽക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വിഷയം ഹോം സ്വീറ്റ് ഹോം, ദ റോൾ ഓഫ് ഫാമിലി ഇൻ മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. ദിവ്യ മാം നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിൽ വന്നപ്പോ നമ്മൾ പറയണ്ടായിരുന്നു, കയ്യൊപ്പിട്ട വഴികൾ എന്ന് പറയുന്ന ബുക്കില് സ്നേഹത്തെ നിർവചിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് തെറ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഇടമാണ് സ്നേഹം കൊണ്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതാകണം നമ്മുടെ വീട്. അപ്പോ ഹോം സ്വീറ്റ് ഹോം ആവും. ONV കുറുപ്പ് സാറിന്റെ അടുത്ത് സ്നേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോ, നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന അറിവാണ് ലോകത്ത് ഏറ്റവും വലിയ സന്തോഷമെന്നും ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദുഃഖവും എന്ന് നിർവചിക്കുന്നുണ്ട്. അപ്പോ സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതയാത്ര മനോഹരമാക്കാനുള്ള അറിവും കഴിവും നമ്മൾ നേടണം. നമ്മുടെ ഉത്തരവാദിത്തമാണ് അത്. ഹാപ്പിനെസ് ഇസ് ഹോം മെയ്ഡ് എന്ന് നമ്മുടെ ബോബി അച്ഛൻ പറഞ്ഞിട്ടുള്ള ആപ്തവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ 10th ഡേ ഇന്ന് ആരംഭിക്കുകയാണ്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോട് അനുബന്ധിച്ച് പ്രചോദന എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. WHO ഇന്നും വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയോടനുബന്ധിച്ച് നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മെന്റൽ ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഇൻ വിച്ച് an individual realizes his or her own abilities, can cope with normal stresses of life, can work productively, and is able to make a contribution to his or her community. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മെന്റൽ ഹെൽത്ത് ഡെഫിനിഷനെ 4 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വി നീഡ് ടു റിയലൈസ് എന്റെ എബിലിറ്റി എന്താ, എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ തിരിച്ചറിയാം. രണ്ടാമത്തത് എന്റെ ഓരോ ദിവസവും എനിക്കുണ്ടാകുന്ന ഡെയിലി സ്ട്രെസ്സസിനെ എനിക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കുക. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. ആൻഡ് ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് ഹൗ വെൽ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ കമ്മ്യൂണിറ്റി. ഈ 4 ഫാക്ടേഴ്സ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വളരെയധികം എമിനന്റ് ആയിട്ട് ഈ തത്വത്തിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾക്ക് ഇന്ന് ഹോം സ്വീറ്റ് ഹോം എന്ന മെസ്സേജ് നൽകാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോ മിസ്സസ് അനിത കൃഷ്ണമൂർത്തിയെ സന്തോഷത്തോടെ ഈ ഒരു ദിവസത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നൗ നമ്മുടെ മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ കേരള കൗൺസിലേഴ്സ് ഫോർ മെമ്പേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് കൗൺസിലേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർ എല്ലാവരുടെയും അസോസിയേഷൻ, അവരുടെ പ്രസൻസുമാണ് ഈ ഒരു സംരംഭത്തെ, ഈ ഒരു സ്നേഹ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നു. ഇതിനോടൊപ്പം ഹൂ ഈസ് എ സൈക്കോളജിസ്റ്റ് ആൻഡ് വാട്ട് ഇസ് ദ ഗോൾ ഓഫ് സൈക്കോളജി എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ്. Goals of psychology is to describe, explain, predict, and change or manage behaviors, and to understand the cognitive, അതായത് ബുദ്ധിപരമായിട്ടുള്ള ഇമോഷണൽ ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ കമ്പോണൻസ് ഓഫ് അവർ സെൽഫ്. നമ്മൾ ആദ്യം നമ്മളെ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ ബിഹേവിയർ എന്തുകൊണ്ട് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ, അതാണ് നമ്മൾ ഡേ 1 വാട്ട് എന്നുള്ളത് കണ്ടത്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വൈ, നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ സെക്കൻഡ് ഡേ കേട്ടു.
തേർഡ് ഡേ വെൻ ആൻഡ് വേർ പ്രഡിക്റ്റ് എന്നുള്ളത് കേട്ടു. ഇനി ചേഞ്ച് ഓർ മാനേജ് ബിഹേവിയേഴ്സ് ആണ് അവിടുന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ പീപ്പിൾ ഓൺലി ഹീൽ വെൻ ദേ ആർ റെഡി. നമുക്കൊരു സ്റ്റിമുലസ് ആവാനേ സാധിക്കുള്ളൂ. അപ്പോ ഇന്ന് അനിത മാം പറയുന്ന അവയർനെസ് നമുക്കൊരു സ്റ്റിമുലസ് ആയി ഏറ്റെടുത്ത് നമ്മളിൽ ആദ്യം ഒരു ബെറ്റർമെന്റ് വരുത്താം. ഇന്നലത്തെ എന്നെക്കാളും നാളത്തെ എന്നെ ബെറ്റർ ആക്കാനുള്ള അറിവ് നമ്മൾക്ക് നേടുകയും അത് കഴിവാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയില് ആശംസിച്ചുകൊണ്ട് ഐ വെൽക്കം Alice ma'am to introduce Anita ma'am officially to our community. Over to you, ma'am. Thank you, Usha. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം. October 10th. എല്ലാ വർഷവും ഇത് തന്നെ ആചരിക്കുക. തീം എന്ന് പറയുന്നത് ആക്സസ് ടു സർവീസസ്, കാറ്റസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ് എന്നുള്ളതാണ്. എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ലഭിക്കാനുള്ള അവകാശമുണ്ട്. അത് ഏത് പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും. പിന്നെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹോം സ്വീറ്റ് ഹോം അല്ലെ. അപ്പം എവിടെയാണ് ഒരു മെന്റൽ ഹെൽത്തിന്റെ ആരംഭം കുറിക്കുന്നത്? അത് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലെ. അപ്പം മെന്റലി ഹെൽത്തി ഇൻഡിവിജ്വൽ ആണ് ഒരു ഫൗണ്ടേഷൻ, ഒരു സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ തന്നെ. ഈ മെന്റലി ഹെൽത്തി ഇൻഡിവിജ്വൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുക. അപ്പൊ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഹോം തന്നെയാണ്. ഹോം എന്ന് പറയുന്നത് ഈ എന്താ പറയാ, ഹൗസും ഹോമും തമ്മിൽ വ്യത്യാസം പറഞ്ഞു കൊടുക്കുമല്ലോ. ഹോം എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് അല്ല, അവിടെയുള്ള സൗഹൃദങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും എല്ലാം കൂടി കലർന്ന് ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ആ ഹോമിന്റെ ഉദ്ദേശം. അത് പലപ്പോഴും നമ്മുടെ നാട്ടില്, നമ്മുടെ ഇടയിൽ അത് വളരെ കുറവാണ്. ഹോം ഒരു ഹൗസ് ആയിട്ടാണ് മാറുന്നത്. അപ്പം ഇന്ന് ഇതുപോലെയുള്ള വെബിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോം എങ്ങനെയായിരിക്കണം? അതൊരു സ്വർഗമായിരിക്കണോ നരകമായിരിക്കണോ? സ്വർഗമാണെങ്കിൽ നല്ല ഇൻഡിവിജ്വൽ വരും, നല്ല സൊസൈറ്റി ഉണ്ടാവും. അതൊരു നരകമാക്കി കൊടുക്കുകയാണെങ്കിലോ ആ ഇൻഡിവിജ്വൽ എങ്ങനെയായാലും നമുക്കറിയാം എന്താകുമെന്ന്. അങ്ങനെ ആ സൊസൈറ്റിയുടെ ഫൗണ്ടേഷൻ തന്നെ ഒരു റപ്ചർ ആവും. അപ്പൊ ഒരു നല്ല സൊസൈറ്റി നമുക്ക് വേണമെങ്കിൽ, നമുക്കൊരു നല്ല ഇൻഡിവിജ്വലിനെ കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ഹോം തന്നെ വേണം. ഹൗസ് അല്ല, ഹോമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റി പറയാനായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു യങ് പേഴ്സൺ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ യങ് ആണ്. എന്റെയൊക്കെ മെന്റാലിറ്റി ആയിരിക്കില്ല പുതിയ യങ്ങർ ജനറേഷന്റെ. സോ ആ യങ്ങർ ജനറേഷന്റെ നിലയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഒരു സ്വീറ്റ് ഹോം പടുത്തുയർത്താമെന്ന് പറയാനായിട്ട് ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിസ്സിസ് അനിത കൃഷ്ണമൂർത്തി. ഒരു എന്താ പറയാ, ഒരു ബയോഡേറ്റ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ടച്ച് ചെയ്ത ഒരു സെന്റൻസ്, ഷീ ഈസ് എക്സ്പീരിയൻസ് ആൻഡ് കമ്പാഷനേറ്റ്. നമുക്ക് ഒരു ഹോമിൽ ആദ്യം വേണ്ട കമ്പാഷനാണ് അല്ലെ. കുട്ടികളോട് നമ്മൾ കമ്പാഷനോടുകൂടി പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ അവിടെയുള്ള ഗ്രാൻഡ് പേരൻസിനോട്, മദറിൻലോ അല്ലെങ്കിൽ ഫാദറിൻലോ കമ്പാഷനോടുകൂടി പെരുമാറുമ്പോൾ തന്നെയാണ് കുട്ടി കമ്പാഷനേറ്റ് ആവുന്നത്. അപ്പോൾ ഒരു വ്യക്തി കമ്പാഷനേറ്റ് ആകുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമുക്ക് കുറെ തിയറി ഒക്കെ അറിയാമായിരിക്കും, പക്ഷെ നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പം ഈ തിയറി ഒന്നും വർക്ക്ഔട്ട് ചെയ്യില്ല എന്നുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഈ കമ്പാഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കമ്പാഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്ന അക്കാഡമിക്സിലൂടെ ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ MSW ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ആൻഡ് ഡിപ്ലോമ ഇൻ സൈക്കോതെറാപ്പി. പിന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇൻ ആയുഷ് കെയർ ഹോമിയോ മെഡിക്കൽ സെന്റർ പാലക്കാട്, ദെൻ സഫല ക്ലിനിക് പാലക്കാട്. പിന്നെ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ഒരു സ്വന്തമായിട്ട് ഒരു കൂടെ എന്ന് പറയുന്ന സ്റ്റാർട്ടഡ് എ സ്മോൾ യൂണിറ്റ് ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി നെയിംഡ് കൂട്. തെറാപ്യൂട്ടിക് വ്യൂവില് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള കലാമാമിന്റെ ഫ്രണ്ടാണെന്ന് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു വെൽക്കം അനിത കൃഷ്ണമൂർത്തി for the section. Over to you, ma'am. Thank you, Alice ma'am, Usha ma'am, and കലച്ചേച്ചി ഇപ്പൊ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കലച്ചേച്ചിക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, കാരണം എന്നെ ഉഷ മാമിന് പരിചയപ്പെടുത്തുന്നത് കലച്ചേച്ചിയാണ്. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാം. എന്നെ കാണുമ്പം ഒരു പാരന്റിന്റെ ലുക്ക് ഉണ്ടോ?
എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യണേ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാ. ഞാൻ കിനസ്തെറ്റിക് ആണ്, എനിക്ക് എല്ലാവരും കാണണം. യെസ്, എനി ഗസ്സസ്, ഞാനൊരു പാരന്റ് ആണോ എന്ന് പറയാമോ? കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല, ഒരു സംശയമുണ്ട്. സംശയം ഉണ്ടല്ലേ? അതിനേക്കാളൊക്കെ ആർക്കും യങ്ങായിട്ടാ തോന്നുന്നത്, അഭിപ്രായങ്ങളൊന്നുമില്ലേ? വളരെ യങ്ങായിട്ടാ തോന്നുന്നത്. എന്തെങ്കിലും കൊച്ചുകുട്ടിയായിരിക്കും. ആ, അത് ശരിയാ, കൊച്ചുകുട്ടിയാ. യെസ്, കുറെ പേര് ഡൗൺ കം പഠിക്കുന്നുണ്ട്. യെസ്, ഞാൻ പാരന്റ് അല്ല, ജസ്റ്റ് ഗെറ്റ് മാരീഡ്. ഇവിടെ എന്നെക്കാളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പേരൻസ് ഉണ്ട്, അങ്ങനെ പറയാം. ഇൻഡിവിജ്വൽ ആണ് നിങ്ങൾ, എന്നാലും എന്നെ പോലെ അല്ലെങ്കിൽ എന്നെക്കാളും ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യുന്ന, ഐ എം നോട്ട് എ ചൈൽഡ്, അഡൽട്ട് ആണ്, 29 year old. അപ്പം എന്നെക്കാളും പാരന്റിങ്ങിനെ കുറിച്ച് ഒത്തിരി പറയാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് സെഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. അപ്പം എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ജനറേഷന്റെ ഗ്യാപ്പ് ആയിരിക്കാം. അപ്പം ഞങ്ങളാണ് ബ്രിഡ്ജ്, ഈ ഓൾഡർ ജനറേഷനെയും ഈ ജെൻസിയെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് എപ്പോഴും എനിക്ക് എന്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരെ തോന്നാറ്. നിങ്ങൾ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, കുട്ടികൾ പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇത് രണ്ടും രണ്ട് ധ്രുവമായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുക. സെക്കൻഡ് തിങ്, അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ആസ് എ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആണ്, ഈ ഒരു ഡേയിൽ ഇങ്ങനെ ഒരു വേദി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇടയ്ക്ക് ഒരു ചുമയൊക്കെ വരും, കണ്ടിന്യൂസ് ആയി കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ്സിലാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് സെഷനിലേക്ക് കടക്കാം. ഹോം സ്വീറ്റ് ഹോം, അലീസ് മാം പറഞ്ഞതുപോലെ ഹോം എന്ന് പറയുന്ന വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ബിൽഡിംഗ് അല്ല, വീട്ടിനകത്തുള്ള ഫാമിലി, അവർ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ, അവർ തമ്മിലുള്ള റാപ്പോ, മെന്റലി അവർ കണക്റ്റഡ് ആയിരിക്കും, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, എന്ത് വന്നാലും നമുക്ക് ചെന്നെത്തി പറയാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പം ആ ഹോമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ടോപ്പിക്കിനും അതേപോലെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ, മെന്റൽ ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതിന്റെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് ആഫ്റ്റർ ദ സ്റ്റോറി പറയാം. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു നടന്ന ഒരു സ്റ്റഡിയാണ്, സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റഡിയാണ്. ഫീലിയാസ് ഏജ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫീലിയാസ് ഏജ് ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഫ്രണ്ടൽ ലോബ്, ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ആളുടെ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്ന് ഈ പറയുന്ന റെയിൽവേ ട്രാക്കുകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി, അതിലൊരു ജോലിക്കാരനാണ് ഫീലിയാസ് ഏജ്. ഫീലിയാസ് ഏജ് നമ്മളൊക്കെ, അതായത് ഞാനല്ല, എന്റെ മുന്നിൽ ഇരിക്കുന്നവർ ജനിക്കുന്നതിന് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച് വളർന്ന് മരിച്ച ഒരാളാണ്. ആളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട സ്റ്റഡിയിൽ പറയുന്നത് ഫീലിയാസ് ഏജ് പറയുന്ന റെയിൽവേ ട്രാക്കിന്റെ പണിക്കാരനാണ്. അപ്പം പണ്ട് ഈ മലയൊക്കെ കുത്തി തുറന്ന് ട്രാക്ക് പണിയണം. അപ്പം ഇവര് ചെയ്യുന്നത് ഈ ഈസി ആക്സസ് ഇല്ലല്ലോ, ഈ കടാര കൊണ്ടുപോകാനും കല്ല് മാറ്റിയെടുക്കാനുള്ള JCB സൗകര്യങ്ങളൊന്നും പണ്ടില്ല. അപ്പൊ ഇവരിങ്ങനെ ഈ ഒരു എക്യുപ്മെന്റ്സുമായിട്ട് പോയി കഴിഞ്ഞാൽ കുറെ മാസങ്ങൾ എടുക്കും തിരിച്ച് നാട്ടിലോട്ടൊക്കെ വരാൻ. ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ മാന്യനും സൽസ്വഭാവിയും വളരെ സ്നേഹത്തോടു കൂടി സ്ത്രീകളെ ബഹുമാനിക്കുന്ന, കൂടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓടി ചെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാന്യൻ എന്ന് പറയുന്നതിനും പ്ലസ് എംപത്തറ്റിക് എന്ന് പറയുന്നതിനുമുള്ള ഒരു ഉപമയായിട്ടാണ് ഫീലിയാസ് ഏജിനെ കൂടെയുള്ള ജോലിക്കാരെല്ലാം ട്രീറ്റ് ചെയ്തിരുന്നത്. ആളില്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് മുടങ്ങും, ആളില്ലെങ്കിൽ അവിടുത്തെ ഒരു ചിരി മുടങ്ങിപ്പോവും, ആളില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു റൈറ്റ് പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് ഫീലിയാസ് ഏജ്. അങ്ങനെ ഈ മലകളൊക്കെ കുത്തിത്തുറന്ന് ഇവര് ട്രാക്ക് പണിയാൻ പോയ സമയത്ത് മൂർച്ചയുള്ളൊരു കടാരയുണ്ട്. കൂടെ വരുന്ന ആളുടെ ഈ ഷോൾഡറിൽ ഈ സാധനം പിടിച്ചു പോകുന്നു. പെട്ടെന്ന് ആരോ കല്ലിൽ കുത്തിയ പാടെ, ഒരു വലിയ പാറ കഷ്ണത്തിൽ കുത്തിയപ്പം അവിടെ മൊത്തത്തിൽ ഒരു ഇളക്കം സംഭവിക്കുന്നു. ആ ഇളക്കത്തിന്റെ ഭാഗമായി മുകളിൽ നിന്ന് കുറെ പാറക്കെട്ടുകൾ ഇങ്ങനെ ഉരുണ്ടു വരുന്നുണ്ട്. ഉരുണ്ടു വന്നപ്പം എല്ലാവരും പേടിച്ച് പല വഴിക്ക് ഓടി. അപ്പൊ ഈ കടാരയൊക്കെ തെറിച്ച് താഴെ കിടന്ന ചളിയിൽ ഇങ്ങനെ കുത്തി നിന്നു, ഒരു ചളിക്കുണ്ടിൽ കുത്തി നിന്നു. പല വഴിക്ക് തെറിച്ചോടിയെങ്കിലും ഫീലിയാസ് ഏജ് നേരെ ചാടി വീഴുന്നത് ഈ പറയുന്ന കടാരയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗത്തിലോട്ടാണ്. അദ്ദേഹത്തിന്റെ ഈ ഭാഗത്തു കൂടെ കയറി ഈ ഭാഗത്തു കൂടെ ഈ കടാര ഇറങ്ങുന്നു. ഇത് കണ്ടവരെല്ലാം വേഗം ചെന്ന് അയാളെ എടുത്തുകൊണ്ട് അടുത്തുള്ള
ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ അതുപോലത്തെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങോട്ടേക്ക് ഇദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോകുന്നു. പതുക്കെ അവിടെയുള്ള ഡോക്ടർ ഈ സാധനം ഊരിയെടുക്കുന്നു. അവിടെ ഉള്ള പരിമിതമായ മരുന്നുകളെല്ലാം വെച്ച് കെട്ടിവെച്ചിട്ട്, ഇപ്പോഴത്തെ CT MRI സ്കാനിങ് ഒന്നും പണ്ടില്ലല്ലോ, അപ്പൊ അയാളെ കൊണ്ട് പറ്റുന്ന മരുന്നുകളെല്ലാം പുരട്ടി ആ തല ചുറ്റിക്കെട്ടി അദ്ദേഹത്തിന് ഒരു 6 മാസത്തേക്ക് റെസ്റ്റ് പറയുന്നു. കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയാലും ആള് കുറച്ച് ആത്മധൈര്യം സ്വരൂപിച്ച് പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തയ്യാറായി ഒരു 6-7 മാസത്തിന് ശേഷം ജോലിയിലേക്ക് റീജോയിൻ ചെയ്യുന്നു. റീജോയിൻ ചെയ്ത് കുറച്ച് നാളുകൾ കഴിയുമ്പം കൂടെയുള്ളവരൊക്കെ പറയുന്നത് ഇത് സീലിയ സേജ് അല്ല, ഇത് ഞങ്ങൾ കണ്ട അയാളല്ല, ഇത് ഈ പറയുന്നത് അയാളുടെ ശാരീരിക മാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ വന്ന മുഖത്ത് വന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ല, സ്വഭാവത്തിലെ മാറ്റം കൊണ്ടാണ്. മുന്ന് സ്ത്രീകളെ കാണുമ്പോ വളരെ ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചോദിക്കുമ്പോൾ ഓടിച്ചെന്ന് ചെയ്യുന്ന ആള് സ്ത്രീകൾ താഴെ വീണാലും അസഭ്യ വാക്കുകൾ പറയാൻ തുടങ്ങി, താഴെ വീണ ഹെൽപ്പ് ചെയ്യാതായി. കൂടുള്ള ഒരാൾക്ക് വിഷമം പറയുമ്പം ആൾക്കത് സമയമില്ല, തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ജോലി ചെയ്യുക. ഒരു ആവശ്യക്കാരൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നോ പറഞ്ഞു തുടങ്ങുക. ജോലി മാത്രം ഫോക്കസ് ചെയ്യുക. മാന്യത എന്ന് പറയുന്ന കുറച്ച് കോൺസെപ്റ്റ് അയാളിൽ നിന്നും കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ഈ സ്റ്റഡി പുറത്തു വരുന്നത്. വാട്ട് ഹാപ്പൻഡ്, നമ്മളുടെ ഫ്രണ്ടൽ ലോബിലാണ് അയാൾക്ക് അടിപെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ആവുന്നത് ഏത് പ്രായത്തിലാണെന്ന് എനിക്ക് ഗസ്സസ് ഇവിടെ ഉള്ളവർക്ക് സ്റ്റോറി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും കൂടെ അറിയുന്നുള്ളൂ. ഫ്രണ്ടൽ ലോബ് ഡെവലപ്പ് ആവുന്നത് ബ്രെയിനിന്റെ ലാസ്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ് ഈ ഫ്രണ്ടൽ ലോബ്. ഇത് ഡെവലപ്പ് 25 to ആവുന്ന 29. യെസ്, വെരി ഗുഡ്, ഡിജിറ്റ് അല്ലേ, 25 to 29. ഈ ഒരു ഏജിനാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. ഈ ഭാഗത്താണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്നത്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് എംപത്തറ്റിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ ഇല്ലാതാവുന്നു. കുറച്ചുകൂടെ റാഷണൽ ആയിട്ട് കാര്യങ്ങൾ നോക്കി കാണാൻ അയാൾക്ക് പറ്റാതാവുന്നു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ അഡോളസന്റ് ഏജിലുള്ള ഫ്രണ്ടൽ ലോബിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഈ മുൻഭാഗത്തുണ്ടായ ഒരു ട്രോമയാണ് അയാളല്ലാതാക്കി മാറ്റിയത്. ഇവിടെ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഡോളസന്റ് ഏജ്. കഴിഞ്ഞ 10 ദിവസങ്ങളിലായിട്ട് മലയാള മനോരമയുടെയും സെൻട്രൽ ബാങ്കിന്റെയും ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കളിയും കാര്യവും. അതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തെയ്യവും ചാക്യാർകൂത്തുമാണ് ആദ്യം അവർ കൊണ്ടുവരുന്ന പരിപാടി. തെയ്യവും ചാക്യാർകൂത്തും വരുന്ന സമയത്തെല്ലാം കുട്ടികൾ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകും. അവര് ഭയങ്കര ഹാപ്പിയായി എനർജറ്റിക് ആയി ചിരിച്ച് ആകാംക്ഷയോടുകൂടി അതിനിങ്ങനെ കണ്ടിരിക്കും. അത് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് നിർത്തുന്നത്. സിമ്പിൾ, കുട്ടികൾ അങ്ങ് സൈലന്റ് ആവും. വാട്ട് ഹാപ്പൻഡ് ഇസ് ദേ ഡോണ്ട് വാണ്ട് ദാറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഓർ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻസ്. കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയമാണ് ഞാൻ അവിടെ പരിചയപ്പെടുത്തുന്നത്, സ്ക്രീൻ ടൈം. സോ ഈ ഒരേ ടോപ്പിക്കിനെ വെച്ചിട്ടാണ് വീട്ടില് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അതാണ് ഈ ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില് പല തരത്തിലുള്ള കൗൺസിലിംഗ് സെന്റേഴ്സിൽ എത്തുന്ന കേസുകളായിക്കോട്ടെ, ഈ ഡിവോഴ്സ് ലെവലിലേക്ക് പോകുന്ന കേസുകളായിക്കോട്ടെ, കുട്ടികളെ ഹോമിലേക്ക് വിടേണ്ട ഒരു സാഹചര്യത്തിലായിക്കോട്ടെ, ഈ അഡോളസന്റ് ഏജും പേരൻസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിന് മുന്നേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, ദർ ഈസ് നോ പെർഫെക്റ്റ് പാരന്റിങ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. നമുക്ക് കിട്ടിയ പാരന്റിങ് ആണ് നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാവരും ലൈവ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയൊരു ആക്ടിവിറ്റി തരാൻ നോക്കുവാണേ, അതൊന്ന് നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർത്തെടുത്താൽ മതി. റെഡി ആണെങ്കിൽ ഒന്ന് തമ്പിടാമോ? യെസ്. 3 തരം ഒരു 5 ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തിങ്, 1, നിങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് ഓർക്കണം കേട്ടോ. ഇവിടെ ഇരിക്കുന്നവര് തിങ്ക് അബൌട്ട് യുവർ പാരന്റ്സ്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എവിടെയെങ്കിലും എഴുതണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഓർത്തെടുത്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 3 ഗുഡ് തിങ്സ് അബൌട്ട് യുവർ ഫാദർ. നിങ്ങളുടെ അച്ഛന്റെ 3 ക്വാളിറ്റീസ് എഴുതുക. മൂന്ന് ക്വാളിറ്റി എഴുതിയാൽ മതി, നിറയെ ഉണ്ടാവും, എന്നാലും പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന 3 ക്വാളിറ്റീസ്. യെസ്. രണ്ടാമത് പറയട്ടെ,
ഒത്തിരി പേര് എസ് എഴുതുന്നുണ്ട്. അച്ഛന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നമുക്ക് 3 മതി. രണ്ടാമത്തെ ചോദ്യം, 3 qualities of your mother. അമ്മയൊരു ഇമോഷനാണ്. അപ്പം കൂടുതൽ അമ്മയെ കുറിച്ച് എഴുതണ്ട. 3 ക്വാളിറ്റീസ് മതി നമുക്ക്. 3 ക്വാളിറ്റീസ്. യെസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു കാര്യം. 3 ബാഡ് ബിഹേവിയർ ഓഫ് യുവർ പാരന്റ്, ഓർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത 3 ക്വാളിറ്റി ബിഹേവിയർ, ഓർ ഇഷ്ടപ്പെടാത്ത 3 കാര്യങ്ങൾ. എനി ആക്ട് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. രണ്ടുപേരിലും കോമൺ ആയിട്ടുള്ളതാണെന്നാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി അത് വരുന്നുണ്ട്. അല്ലല്ല, അച്ഛന്റെയാണ് എഴുതാൻ പറഞ്ഞത്. തേർഡ് ക്വസ്റ്റ്യൻ ഇസ് യുവർ ഫാദേഴ്സ്. ഓക്കെ. Sorry. Yes, fourth one. Bad behavior of your mother. Yes, the last one. എല്ലാരും ഒപ്പം വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Write your 3 positive things. നിങ്ങളുടെ ഒരു 3 പോസിറ്റീവ് ക്വാളിറ്റീസ് ഒന്ന് എഴുതിയേ. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ. യെസ്. ഇനി ഒന്ന് നിങ്ങളുടെ ക്വാളിറ്റീസേ പോസിറ്റീവ് തിങ്സ് പാരന്റ്സിന്റെ പോസിറ്റീവ് തിങ്സുമായിട്ട് ഒന്ന് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയേ. അമ്മയുടെ അച്ഛന്റെയും പോസിറ്റീവും നിങ്ങളുടെ പോസിറ്റീവും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേ. മോസ്റ്റ് ഓഫ് യു ഹാവ് ദ സിമിലർ, റൈറ്റ്? ഇനി മറ്റേത് ഞാൻ പറയണ്ടല്ലോ, അത് സെൽഫായിട്ട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സോ ഈ ഉറവിടം എവിടെന്നാ? ഫ്രം അവർ പാരന്റ്സ്. നിങ്ങൾ ആരാണോ അതിന്റെ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് ജനറേഷൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പാരന്റ് ആയിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു, അമ്മ അങ്ങനെ ആയിരുന്നു. കാരണം ഇതൊരു ഡിജിറ്റൽ വേൾഡ് ആണ്. നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് ഞാൻ കണക്ട് ചെയ്യാം. നമ്മൾ പണ്ടത്തെ ഒരു ഹാബിറ്റ്സ് അല്ല കുട്ടികൾക്ക് ഇപ്പം. ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അവര് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പുസ്തകം ഫോൺ മാറ്റി വെച്ച് ചെന്ന് പഠിക്കി, ഇത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. കാരണം ദേ ആർ വെൽ അവെയർ. ബുക്സിനകത്തിനേക്കാളും നോളേജ് ഈ പറയുന്ന എന്റെ മുന്നിലിരിക്കുന്ന ഈ സ്ക്രീനിനകത്താണ് എന്നുള്ളത്. അവിടെയാണ് ഈ കണക്ഷൻ പ്രോബ്ലം വരുന്നത്. 2, നിങ്ങൾക്ക് പലർക്കും അറിയാം, എന്നാലും ഞാനൊരു പാരന്റിങ് സ്റ്റൈൽസിനെ കുറിച്ച് ഒന്ന് പഠിപ്പിച്ചു തരാം. മീൻസ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, പഠിപ്പിക്കൽ. പൊതുവെ ഒരു 4 തരം പാരന്റിങ് സ്റ്റൈൽസ് ആണ് ഉള്ളത്. ഇനി ഗസ്റ്റ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒത്തിരി ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള എക്സ്പേർട്സ് ആണ് മുന്നിൽ ഇരിക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? 4 തരം പാരന്റിങ് സ്റ്റൈൽസ്. ക്ലാസ് എടുക്കുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കാം. ഇതാരാ അൺമ്യൂട്ട് ചെയ്യാത്ത? എന്താ നിങ്ങൾ ആരും? അതൊരു ഇന്ററാക്റ്റീവ് സെഷനിൽ പോണം, എന്നാലേ നമുക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും പറ്റത്തുള്ളൂ. ഡിസിപ്ലിനറി. അടിപൊളി. അപ്പം അതോറിറ്റേറ്റീവ് അതിൽ വന്നിട്ടുണ്ട്, അതോറിറ്റേറിയൻ ഉണ്ട്, 2 കൂടി ഉണ്ട്. പെർമിസീവ് പാരന്റിങ്ങും അൺഇൻവോൾവ്ഡ് പാരന്റിങ്ങും. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. PPT ഉണ്ടായിരുന്നു, മാറ്റർ ഉണ്ടായിരുന്നു, പക്ഷെ
എനിക്ക് ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് PPT തരാത്തത്. സോ ഞാൻ അതിന്റെ പോയിന്റ്സ് ഫ്രീ റിംഗ്, വാട്ട് ഇസ് ദാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പുതിയ പുതിയ ടേംസ് ആയിരിക്കാം. വൺ ഇസ് അതോറിറ്റേറിയൻ പാരന്റിങ്. അതോറിറ്റേറിയൻ എന്ന് പറയുമ്പം തിലകന്റെ ഏതൊക്കെയോ ഒരു സിനിമ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് പൊതുവെ. ഒരു നാർസിസ്റ്റ് പാരന്റ്, അതായത് പട്ടാള ആ യെസ് 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 സ്ഫടികം കേക്കാമോ? തിലകൻ അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പല 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 പാരന്റിങ് സെഷൻസിലും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമ്മൾ എടുത്തു പറയുമ്പോൾ ഈ ഒരു വേർഡാണ് യൂസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ അതിലെ ക്യാരക്ടർ ശ്രദ്ധിച്ചറിയാം, പട്ടാള ചട്ടമാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട, ദാറ്റ്സ് ഇനഫ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾക്കും കൂടെ ഇരിക്കുന്ന പാർട്ട്ണർക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആയിരിക്കും അവര്. നമുക്കൊരു ഒരു 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 അഭിപ്രായം പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവത്തില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു നീഡ് ഉണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ അവിടെ പറ്റത്തില്ല. അതേപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല, കൺവേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഭയങ്കര ഇമോഷണൽ വൾണറബിലിറ്റി ഉണ്ടാവും. ഒരു ടേം പരിചയപ്പെടുത്തി തരാം, ഇമോഷണൽ ഓർഫൻ എന്ന് പറയും. അതായത് ഇമോഷൻസിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൽ അടക്കി ഒതുക്കി വെച്ച് കുട്ടികൾ ഏതെങ്കിലും ഒരു ലെവൽ എത്തുമ്പം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതോറിറ്റേറിയൻ പാരന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. അവർ പൊതുവെ ഹൈ ഡിമാൻഡ് ലെവൽ ഉള്ളവരായിരിക്കും. കുട്ടികളുടെ അടുത്ത് ഇന്ന മാർക്ക് ഉണ്ടാവണം, ഇത്ര സ്കോർ ഉണ്ടാവണം, ടൈമിന് ഫുഡ് ഉണ്ടായിരിക്കണം, ഇന്ന സമയത്ത് നമ്മൾ ഇറങ്ങിയിരിക്കണം, കുറച്ച് ചട്ടവട്ടങ്ങൾ ഉണ്ടാവും അവരുടെ ഇടയിൽ. പണിഷ്മെന്റ് ഡ്രിവൺ ആയിരിക്കും ഇവർ കൂടുതലും. കുട്ടികൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ തെറ്റുകളായിക്കോട്ടെ, ഇവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് തല്ലുന്നതോ സ്ക്വാറ്റ്സ് ഇടുന്നതോ കുറച്ചു നേരം പുറത്തു നിർത്തുന്നതോ, അതായത് അവരിൽ ഒരു ട്രോമ ക്രിയേറ്റ് ചെയ്യുന്നത് പോലത്തുള്ള പണിഷ്മെന്റ് രീതികളായിരിക്കും പൊതുവെ ഇവര് ഉണ്ടാക്കിയെടുക്കുക. വാട്ട് ഇസ് ദ ഔട്ട്കം ഫ്രം ദിസ് പാരന്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരിക്കും. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ക്ലാസ് റൂം സെറ്റിംഗിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ വളരെ സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള കുട്ടികൾ ആൻഡ് ലോ സെൽഫ് എസ്റ്റീം ഒരു സ്റ്റേജിൽ കയറാനും എന്നെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ള ലെവലിലുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ ബിഹേവിയറിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദിസ് കൈൻഡ് ഓഫ് പാരന്റിങ് ടെക്നിക്. ഓൾസോ ഡിസ്പ്ലേയിങ് സൈൻ ഓഫ് അഗ്രഷൻ ഉണ്ടാവും. വീട്ടിൽ ഈ പിടിച്ചു വെക്കുന്ന ഇമോഷൻസ് എല്ലാം കൂട്ടുകാരുടെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഈ കുട്ടികളെ പ്രൊജക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെൽഫ് ഹാർമിങ് ബിഹേവിയർ ആയിരിക്കും കൂടുതലുണ്ടാവുക. സെക്കൻഡ് വൺ ഇസ് പെർമിസീവ് പാരന്റിങ്. ചൈൽഡ് ഇസ് ദ റൂളർ. ഈ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡുകളെല്ലാം ഇവരുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഞാൻ പറയുന്നത് കേട്ടാ മതി, എനിക്ക് ഇന്ന സാധനം തരണം, അവിടെ വേണ്ട മോനേന്നോ അല്ലെങ്കിൽ ഇപ്പൊ പോകണ്ടെന്നോ ഈ പറച്ചിലുകളൊന്നുമില്ല. വളരെ കുറച്ച് റൂൾസും വളരെ കുറച്ച് ബൗണ്ടറീസ് മാത്രമേ ഈ കൈൻഡ് ഓഫ് പാരന്റിങ്ങിൽ ഉണ്ടാവുള്ളൂ. ഈ പ്രശ്നം സ്കൂളിലായിരിക്കും കുട്ടികളെ ബാധിക്കുക. 10 പേര് ഇരിക്കുന്ന സമയത്ത് ആ കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ വാശി പിടിക്കും. ടീച്ചേഴ്സ് അത് പറയുമ്പം ഷീ ഈസ് നോട്ട് റെഡി ടു ഓർ ഹി ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് അത് വേണോ വേണ്ടയോ എന്നുള്ളത്. മൂന്നാമത് അൺഇൻവോൾവ് ഓർ നെഗ്ലക്റ്റഡ് പാരന്റിംഗ് എന്ന് പറയും. അൺഇൻവോൾവ് ഓർ നെഗ്ലക്റ്റഡ് പാരന്റിംഗ്, ഞങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട, തിരിച്ച് നിങ്ങളിൽ നിന്നും ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് കുട്ടിയുടെ ഇഷ്ടത്തിന് ജീവിക്കാം, ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം. ഇവരും ഈ പറയുന്ന നാർസിസ്റ്റ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ പാരന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം ഇങ്ങനെ ഈ പറയുന്ന അൺഇൻവോൾവ് എന്ന് പറയുന്ന ഒരു പാരന്റിങ് സ്റ്റൈല്. കുട്ടികളുടെ ഇടയിലും പാരന്റ്സും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ അവിടെ വളരെ പുവർ ആയിരിക്കും ഈ പറയുന്ന അൺഇൻവോൾവ് ഓർ നെഗ്ലക്റ്റഡ് പാരന്റിങ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ. ടീച്ചേഴ്സ് എന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോളൂ. ഹെൽത്തി പാരന്റിങ് എന്ന് പറയും ഇതിന്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ്. സെറ്റിംഗ് റൂൾസ് ആൻഡ് ബൗണ്ടറീസ്. നമ്മൾ ഇല്ലാതെ പോകുന്ന ഒരു പ്രശ്നമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക, റൂൾസ് ഫോളോ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ബൗണ്ടറി എന്ന് പറയുമ്പം കൂട്ടുകാരൻ എന്നോട് എന്തും പറയാം, കൂട്ടുകാരിക്ക് എന്തും പറയാം എന്നുള്ളതല്ല. പാരന്റും ഈ ചൈൽഡും അല്ലെങ്കിൽ ഈ ഒരു അഡോളസന്റും തമ്മിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മളെല്ലാവരും സെൽഫാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നവരെല്ലാരും വരുന്നത്. ഈ ബൗണ്ടറിക്കകത്ത് നിങ്ങൾ വരരുത്,
ആ ബൗണ്ടറിക്കകത്ത് ഞങ്ങളും വരത്തില്ല. ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കണം. ആ സ്പേസ് എടുക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. ഓപ്പൺ ആൻഡ് ആക്റ്റീവ് ലിസണിങ്, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ഹോം. നമ്മൾക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം വീട്. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതുകൊണ്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ തുറന്നു പറയുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഇരിക്കും. കാരണം എനിക്കിത് വീട്ടിൽ പ്രസന്റ് ചെയ്യണം, സോ ഞാനിത് ചെയ്യണോ വേണ്ടയോ എന്ന് കുട്ടികൾ ചിന്തിക്കും. ഇൻ കേസ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പാരന്റ്സ് റിലേഷൻഷിപ്പ് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഈ കുട്ടി ആദ്യം പോയി പറയുന്നത് അമ്മയോടോ അച്ഛനോടോ ആയിരിക്കും. അപ്പം അവിടെ ഒരു ഗൈഡൻസ് കിട്ടും. ഇത് ആ പ്രായത്തിന്റെ ആണ്, ഇതൊന്നും ഇങ്ങനെ തോന്നാൻ പാടില്ല എന്നതിലുപരി വാട്ട് യു ഫീൽ, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവും. അതാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം, നുണ പറയലുകൾ പൊതുവെ കുറയും, കള്ളത്തരം കാണിക്കുന്നത് കുറയും. എനിക്ക് പ്രശ്നമല്ല, എന്നാലും എന്റെ കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉയർത്തി. ഞങ്ങള് ഈ മനോരമയുടെ പ്രോഗ്രാമിന് പോയപ്പം ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. എല്ലാവർക്കും ആക്സസബിൾ ഹോട്ടൽ ആയതുകൊണ്ട് ഞാൻ അവിടെ ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുമ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു ബോയും ഗേളും കൂടി മോർണിംഗ് 7:30 റൂം വെക്കേറ്റ് ചെയ്ത് കീ കൊടുത്തിട്ട് പോവാം. ഇപ്പം മുന്നിലിരിക്കുന്ന പാരന്റ്സ് ആണല്ലോ, സ്വാഭാവികമായിട്ടും വാട്ട് യു തിങ്ക്, ഒരു 22-23 ഏജിലുള്ള ഒരു പയ്യനും ഒരു പെൺകുട്ടിയും വരുന്നു, റൂം കീ കൊടുക്കുന്നു, ദേ ജസ്റ്റ് ലെഫ്റ്റ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഇവിടെ നിങ്ങൾ ഓപ്പൺ ആയി സംസാരിക്കാം കേട്ടോ, എനിക്കത് മനസ്സിലാവും. ഞാനും പരിധിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ. അവരുടെ ഇഷ്ടത്തിന് പോകുകയാണെന്ന് തന്നെ വിചാരിക്കും. അവരുടെ ഇഷ്ടത്തിന് പോകുന്നതാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ്. വേറെ അഭിപ്രായമൊന്നുമില്ലേ? ഉറപ്പായും നമ്മളിത് കാണും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ പറയും. അവരോടല്ലെങ്കിലും കൂടെ ഉള്ളവരോട്, അല്ലെങ്കിൽ മനസ്സിൽ. എനിക്ക് അതാണ് കേൾക്കേണ്ടത്. എന്താ നിങ്ങൾ ചിന്തിക്കുക? ഇതൊക്കെ യൂഷ്വൽ ആയിട്ട് നടക്കുന്നതായിരിക്കാം, പക്ഷെ ഓരോ തവണ നമ്മളത് കാണുമ്പോഴും നമുക്കത് ന്യൂ തിങ് ആണ്. ഈ കാലത്തിന്റെ ഒരു പോക്കേ ഈ ചിന്തിക്കത്തില്ലേ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചിന്തിക്കും. പിന്നെ പറയുന്നത് ഇതൊക്കെ വീട്ടുകാർക്ക് അറിയോ, എന്തോന്നാ ഈ പിള്ളേരെ വളർത്തിയിരിക്കുന്നേ? അങ്ങനെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു കുറ്റം മൊത്തം പോകുന്നത് ആ പാരന്റ്സിനായിരിക്കും. ഇതാണ് ഈ പറയുന്ന പാരന്റിങ് സ്റ്റൈലിൽ വരുന്ന ഡ്രോബാക്ക്. കുട്ടിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ്, അതായത് ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നതല്ല, ഇതിന്റെ ബിഗിനിങ് ഉണ്ട്. ഒരു അഡോളസെന്റ് ഏജിലേക്ക് കടക്കുമ്പോ വരുന്ന മാറ്റങ്ങളുണ്ട് കുട്ടിയിൽ. അതായത് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ, ഇത് ന്യൂജൻ ആണ്. സെയിം സെക്സിനോടും അട്രാക്ഷൻ തോന്നാം. LGBTQ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പഴയ കുറച്ചുകൂടെ ജനറേഷൻ മുന്നോട്ടുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ പുതിയ ജനറേഷനിലുള്ളവർക്ക് ഇതെല്ലാം വളരെ ഈസിയാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി നോർമൽ. LGBTQ വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികൾ നുണ പറയുന്നത്, കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ കള്ളം പറയുന്നത്, കുട്ടികൾ ആ തെറ്റിലേക്ക് പോകുന്നത്. ഇവിടെയാണ് ഈ ഓപ്പൺ ഡിസ്കഷൻ ഉള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത്. തേർഡ് തിങ്, സപ്പോർട്ടീവ് ഡിസിപ്ലിനറി സ്റ്റൈൽ എന്നുള്ളതാണ്. പണിഷ്മെന്റ് അല്ല വേണ്ടത്. ഒരു തെറ്റ് സംഭവിക്കുമ്പം എന്തുകൊണ്ട് ആ തെറ്റിലേക്ക് പോയി, അതാണ്, ആ ഒരു ചോദ്യത്തിനാണ് പ്രസക്തി. നീ എന്തുകൊണ്ട് ചെയ്തു എന്നതിലുപരി എങ്ങനെ നീ ആ തെറ്റിലേക്ക് പോയി. ഒരു മിസ്റ്റേക്കൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ, അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ഡെസിഷൻ ഞാൻ എടുക്കുന്നു, വൈ എന്നതിലുപരി എന്താ പറ്റിയേ, ഈ ഒരു ഡെസിഷനിലേക്ക് പോവാൻ ഉണ്ടായ ട്രിഗർ എന്താണ്, ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാതെ സിറ്റ് വിത്ത്. ഇതാണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് സെൽഫ് റിലയൻറ്റും സെൽഫ് കോൺഫിഡൻസും വളരെ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. വൺ മോർ സ്റ്റോറി. ഒരു 10 to 15 ഇയേഴ്സ് മുന്നേ പാരന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ദിസ് ഇസ് നോട്ട് സ്റ്റോറി, ഒരു കേസ് ആയിരുന്നു, ഒരു പോക്സോ കേസ് ആയിരുന്നു. 15 ഇയേഴ്സ് ബാക്ക് ഒരു വളരെ സമ്പന്നരായിട്ടുള്ള ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു പ്രശ്നം. ഒരു 5 വയസ്സ് പെൺകൊച്ച്, 4 to 5 വയസ്സുള്ള പെൺകൊച്ച് മിസ്സിംഗ് കേസാണ് ഇതിന്റെ ഒരു തുടക്കം. കുട്ടി മിസ്സിംഗ് ആണ് കുറച്ചു ദിവസമായിട്ട്. പോലീസ് കേസ് അന്വേഷണം തുടരുന്നു. അന്വേഷിച്ചു വന്നപ്പം ആ നാട്ടിലെ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ആളുടെ വീട്ടിൽ, അതായത് കുറച്ച് കാട് പോലുള്ള ഒരു സ്ഥലത്ത്, ഈ മരത്തിന്റെ പൊത്തു പോലത്തെ താഴെ ഒരു ഗ്യാപ്പ് ഉണ്ട്,
ആ വിടവിൽ നിന്നും ആ ഡെഡ് ബോഡി കണ്ടുകിട്ടും. അപ്പൊ കേസ് ഇങ്ങനെ അന്വേഷിച്ച് വന്ന് സാമ്പിൾസ് ഒക്കെ എടുത്തു നോക്കിയപ്പോൾ അതൊരു പോക്സോ കേസായിരുന്നു. അപ്പം ഈ സാമ്പിൾ ഒക്കെ എടുത്തപ്പോ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഒരു 17 വയസ്സുകാരനാണ് ഈ കുട്ടിയെ അബ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അവനെ ഒരു കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയ സമയത്ത് അവൻ ഓപ്പൺ അപ്പ് ആവുന്നത്, ആ വീട്ടിൽ അച്ഛനും അമ്മയും ഈ ഒരു മോനുമാണുള്ളത്. ഇവൻ വേറെ റൂമിലാണ് ഉറങ്ങുന്നത്, അച്ഛനും അമ്മയും ഒരു റൂമിലാണ് ഉറങ്ങുന്നത്. അവിടെ ഇവനുണ്ടായിരുന്ന ട്രിഗർ എന്ന് പറയുന്നത്, രാത്രി ഇവൻ ഉറങ്ങാൻ പോയ ശേഷം അമ്മയും അച്ഛനും, ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്, അവരുടെ റൂമിൽ അവരുടെ സ്പേസ് ആണത്, അത് കുറ്റം പറയുന്നതല്ല, അത് അവരുടെ സ്പേസ് ആണ്. അവർ പക്ഷെ റൂം ക്ലോസ് ചെയ്യുന്നില്ല, പകുതി ഓപ്പൺ ആക്കി വെച്ച് ഒരു ചെറിയൊരു സ്പേസ് ഇട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് they were drinking together and കൈൻഡ് ഓഫ് അഡൾട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് ഇവര് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി യാദൃശ്ചികമായിട്ട് വെള്ളം എടുക്കാനോ എന്തിനോ വേണ്ടി ആ റൂം പാസ് ചെയ്ത് പോകുമ്പോൾ അവൻ ഈ റൂമിനകത്ത് എന്തോ വെളിച്ചം കാണുന്നു എന്ന് പറഞ്ഞ് പതിയെ ആ ഗ്യാപ്പിലൂടെ കാണുമ്പോൾ അവൻ കാണുന്നത് പോൺ വീഡിയോസ് ആണ്. ഒരു 15 വയസ്സാവുന്ന സമയത്ത് അവൻ ആദ്യം കിട്ടുന്ന ഇൻട്രോ അവരുടെ ആ ഒരു ടിവിയിൽ കാണുന്ന വീഡിയോസിൽ നിന്നാണ്. പിന്നെ ഓരോ രാത്രികളിലും ഇവന്റെ പ്രധാന പരിപാടി ഉറങ്ങാൻ പോകുന്നു എന്ന് പറയും, പക്ഷെ തിരിച്ചു വരുന്നു. ഡെഫിനറ്റ്ലി അതൊരു ക്യൂരിയോസിറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈമാണ് അഡോൾസൻ എന്ന് പറയുന്നത്. ഈ വീഡിയോ പ്രൊജക്ട് ചെയ്യുന്നത് കാണുന്നു, കുട്ടി അതിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കുന്നു. പിന്നെ ഇതൊരു എക്സ്പെരിമെന്റൽ സ്റ്റേജ് ആണ്, അവൻ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം ഈ ചുറ്റുമുള്ളവരെയൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അവനെക്കാളും പ്രായമൂത്തവരാണ്, അവിടെയൊക്കെ ചെന്നാൽ നല്ല അടി കിട്ടും. സോ അവൻ അതിന് തയ്യാറാവുന്നില്ല. അവന് കിട്ടുന്ന എര എന്ന് പറയുന്നത് ആ വീട്ടിന്റെ മുറ്റത്ത് കളിക്കാൻ വരുന്ന 5 വയസ്സ് കുട്ടിയാണ്. സോ വാട്ട് ഹി ഡസ് ഇസ്, അവൻ ആ പിക്ചറിൽ കണ്ടത് അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്തപ്പം കുട്ടി മൂക്കും വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ചു, ഒച്ച വയ്ക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചാണ് ഇവനെ അറ്റാക്ക് ചെയ്യുന്നത്. കുട്ടി മരിച്ചു പോകുന്നു. ഇതാണ് ഈ സ്റ്റോറിയുടെ തുടക്കം എന്ന് പറയുന്നത്. സോ ഇവിടെ പാരന്റ്സിനെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ കുട്ടിയെ കുറ്റം പറയുന്നു എന്നതിലുപരി ഒരു പ്രായം കഴിയുമ്പം നമ്മൾ ചെയ്യുന്ന ആക്ട് നമ്മൾ അറിയാതെ അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഗാഡ്ജറ്റ് യൂസ് ചെയ്യേണ്ടെന്ന് നമ്മൾ പറയുന്നു, പക്ഷെ വാട്ട് വി ഡൂയിങ്, അവനോട് ഫോൺ മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ അവന്റെ മുന്നിൽ ഇരുന്ന് ഈ സാധനം കൂട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അവനൊരു മോഡലാണ്. സോ ഈ ലേണിംഗ് എന്ന് പറയുന്നത് മോഡലിംഗിലും കൂടെ വരുന്ന ഒരു കാര്യമാണ്. ഞാൻ അവനോട് വേണ്ടാന്ന് പറയുന്ന കാര്യം ഞാനും കൂടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അവളോട് വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യം ഞാനും കൂടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലെ അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങും. ചെറിയൊരു കയ്യബദ്ധം അല്ലെങ്കിൽ ആ ഡോർ അടയ്ക്കാതെ പോയതിന്റെ ഒരു തെറ്റ് കാരണം ഇത്രയും വലിയൊരു കേസ് ഹിസ്റ്ററിയിൽ തന്നെ മാർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമ്മളുടെ ടേബിളിന്റെ മുന്നിൽ ഇരിക്കുന്ന ഒത്തിരി കേസുകളുണ്ട്. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്, കുറച്ചുപേര് കേട്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മറ്റ് സൈക്കോതെറാപ്പികൾ പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ല ട്രാൻസാക്ഷൻ അനാലിസിസ്. അതൊരു ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള ഒരു തെറപ്പിയാണ്. മനുഷ്യന്മാരുടെ ബിഹേവിയറിലും അവരുടെ സ്വഭാവത്തിലും ഡീൽ ചെയ്യുന്ന ഒരു തെറപ്പിയാണ്. 3 തരം ബിഹേവിയർ ആണ് ഈ ഇരിക്കുന്ന എല്ലാവരിലും ഉള്ളത്, എനിക്കുള്ളത്. 3 ഒന്ന് ചൈൽഡ് ബിഹേവിയർ. നമുക്ക് പ്രായം കൊണ്ട് നമ്മൾ വലുതാണെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. അത് എപ്പോഴും നമുക്ക് സന്തോഷം ഉള്ളപ്പോഴും നമുക്ക് വിഷമം വരുമ്പോഴൊക്കെ ഈ ഇന്നർ ചൈൽഡ് പതുക്കെ പുറത്തു വരും. ദാറ്റ് ഇസ് വൈ നമ്മൾ കരയുന്നു. ഈ അയ്യോ 40 വയസ്സായി ഇനി കരയാൻ പാടില്ല നമ്മൾ ആരും ചിന്തിക്കത്തില്ല. അയ്യോ എനിക്ക് 60 ഇനി ഞാൻ കരയാൻ പാടില്ല. അയ്യോ എനിക്ക് 50 വയസ്സായി ഞാൻ ചിരിക്കാൻ പാടില്ല പബ്ലിക്കില്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു, വിഷമം വരുമ്പോൾ കരയുന്നു, ആരെങ്കിലും ഹഗ് ചെയ്യാൻ തോന്നിയാൽ ഹഗ് ചെയ്യുന്നു. ദിസ് ഇസ് ബിക്കോസ് ഓഫ് അവർ ഇന്നർ ചൈൽഡ്. 2 പാരന്റ് ബിഹേവിയർ. അതായത് ഇപ്പൊ എന്റെ ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഇരിക്കുന്ന പലരും ആ റോളിലായിരിക്കും. എന്നാ എനിക്കറിയാം, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ദേ ആർ ലിസണിങ് ടു മീ. കാരണം മുന്നിലിരിക്കുന്ന ഒരാള് എന്തൊക്കെയോ പ്രസന്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ റിസീവ് ചെയ്യുന്നു. തെറ്റാണെങ്കിൽ തിരുത്താൻ വേണ്ടി നമ്മൾ അറിയാതെ ഇടയ്ക്ക് മനസ്സുകൊണ്ട് വിചാരിക്കും. ദിസ് ഇസ് പാരന്റിങ് സ്റ്റൈൽ, പാരന്റ് ബിഹേവിയർ. 3rd ഇസ് അഡൾട്ട് ബിഹേവിയർ. പലരിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്ന ഒരു സാധനമാണ് ഈ അഡൾട്ട് ബിഹേവിയർ. കുട്ടികളോട് എപ്പോഴും ഇമോഷണലി പെരുമാറണോ റാഷണലി പെരുമാറണോ? ഇതൊരു ക്വസ്റ്റ്യൻ ആണേ. കുട്ടികളോട് എപ്പോഴും ഇമോഷണലി പെരുമാറണോ റാഷണലി പെരുമാറണോ? ഡിഫറൻസ് അറിയാലോ. ഇമോഷൻസിന് പ്രയോറിറ്റി കൊടുക്കണോ റേഷണൽ ആയിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കണോ എന്നുള്ളതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, യെസ്. പിന്നെ എന്താ നിങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ മൈക്ക് അൺമ്യൂട്ട് ചെയ്യത്തില്ല 1 മണിക്കൂർ എന്ന്? ഇമോഷണലി. കേട്ടില്ല സർ, സോറി. ഇമോഷണലി
സിന്ധു മാം ഇമോഷണലി ഓക്കെ. രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് വെച്ചൊരു നല്ലൊരു തീരുമാനത്തിലെത്തുക. ന്യൂട്രൽ ആയിട്ടുള്ള ആൻസർ ആണ്, ന്യൂട്രൽ ആയിട്ടുള്ള ആൻസർ ആണ്. സോറി. പറഞ്ഞൊരു പോയിന്റ് ആണ്, അതിനൊരു വേർഡ് യൂസ് ചെയ്യാം, വൈസ്ലി. നമ്മളെല്ലാം ഇപ്പോഴും ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചു വർക്ക് ചെയ്യത്തില്ല. കുട്ടിയോട് കുട്ടിയായിരിക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡൾട്ടിന്റെ തോള് കൈയിട്ട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം നമ്മൾ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പക്ഷെ ഇൻ സം സിറ്റുവേഷൻസ് യു ഷുഡ് ആക്ട് ലൈക്ക് റാഷണലി. കാരണം അവൻ അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾക്ക് അറിയാത്ത കാര്യങ്ങളിലോട്ടായിരിക്കും അവൻ പോകുന്നത്. സോ ആ സമയത്ത് ഞാൻ ഇമോഷൻസിനല്ല പ്രയോറിറ്റി കൊടുക്കുന്നത്. ഐ ഷുഡ് ആക്ട് ലൈക്ക് റാഷണൽ തിങ്ക്. സ്ട്രോക്ക്, ടിഎനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊരു മറ്റൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്, സ്ട്രോക്ക്. മറ്റ് ആ BP കൂടുന്ന സമയത്ത് വരുന്ന സ്ട്രോക്ക് അല്ല ഇത്. നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാട്ട് ഈസ് ദാറ്റ്, ഒരു അംഗീകാരം, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അംഗീകാരം. ഒരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്താൽ 10 പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കണം എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഒരു നെഗറ്റീവ് സ്ട്രോക്കിന് 10 പോസിറ്റീവ് സ്ട്രോക്ക്. നമ്മൾ അറിയാതെ ഒത്തിരി നെഗറ്റീവ് സ്ട്രോക്ക് നമുക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്, കൂടെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം വൈഫ് ഹസ്ബൻഡ് വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് കയറി വരുമ്പം ഷി മൈറ്റ് ബി എക്സ്പെക്ടിങ് കുറെ നേരമായിട്ട് എന്താ വരാത്ത എന്നായിരിക്കാം. വന്നപ്പോൾ ചിലപ്പോൾ ഒന്ന് ഹഗ് ചെയ്യാൻ വരുമ്പോഴത്തേനും ഇപ്പൊ ഞാനും ഇടയ്ക്ക് അനുഭവിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ആൾ ഈ ഒരു ഏരിയയിലല്ലല്ലോ. വന്നപ്പോൾ ആള് മുഷിയിരിക്കുവാണല്ലോ, ടയേർഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോയി ഹഗ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പൊ വേണ്ട, അതായത് അറിയാതെ കൈ കൊണ്ടായാലും സ്വെറ്റ് ആയിരിക്കും, ആളൊരു കൺസേൺഡ് പുറത്താ പറയുന്നത്, കുളിച്ചിട്ട് വരാം, ഇങ്ങനെ കൈ കാണിക്കും. നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഇന്നർ ചൈൽഡ് അവിടെ ഹേർട്ട് ആവും. അതൊരു കൈൻഡ് ഓഫ് നെഗറ്റീവ് സ്ട്രോക്ക് ആണ്. നമ്മളുടെ ആംഗ്യം പോലും ഒരു നെഗറ്റീവ് സ്ട്രോക്ക് എന്നാ പറയുന്നത്. അപ്പം നമ്മളെക്കാളും ഒത്തിരി പ്രായം കുറഞ്ഞ് വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയിൽ ഈ നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. സോ ഒത്തിരി സ്ട്രോക്ക് കൊടുത്ത് കുട്ടികളെ വളർത്തണം എന്നാണ് പറയുന്നത്. യെസ്, ആൻഡ് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു, റാഷണലി തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദ പ്രോബ്ലം സൊല്യൂഷൻ എന്നായിരിക്കും ചിന്തിക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ദർ ഈസ് നോ പെർഫെക്റ്റ് പാരന്റിങ്. നിങ്ങൾ ആഗ്രഹിച്ച പാരന്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ആൻഡ് യു ഷുഡ് ബി അപ്ഡേറ്റഡ്. അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ പാരന്റിങ് സ്റ്റൈലോ പാരന്റിങ് ക്ലാസ്സോ പഠിക്കണം എന്നല്ല. വൺ മോർ ഒരു പുതിയൊരു നോളജ് തരാം. ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അതില് ആയിരങ്ങളാണോ ലക്ഷങ്ങളാണോ പോപ്പുലേഷൻ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ അതിൽ റിക്വസ്റ്റ് ഇട്ട് 1.5 മാസം കഴിഞ്ഞു എനിക്ക് അതിനകത്തോട്ട് കയറാൻ. ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്ന ഒരു പേജിലോട്ട് സിംപ്ലി വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ക്വയറീസ് ഇടും. എസ്പെഷ്യലി അവരിടുന്നത് മദേഴ്സ് ആണ് കൂടുതലുള്ളത്. അവര് കുട്ടി ടാൻഡ്രംസ് കാണിക്കുന്നു, കുട്ടി ഭയങ്കര വികൃതിയാണ്, കുട്ടി സ്കൂളിൽ പോകുന്നില്ല, കുട്ടി കരയുന്നു, വാട്ട് വി ഡു. അതായത് അവർക്ക് ആരോടും ചോദിക്കാൻ അവിടെ ഓപ്ഷൻ ഇല്ല. ചിലപ്പം ഈ ഒരു ഫ്ലാറ്റിൽ തനിച്ച് താമസിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫാമിലിയിലുള്ളവരൊക്കെ ആയിരിക്കാം. അവര് ചോദിക്കുന്നത് വാട്ട് വി ഡു. അപ്പൊ അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ളവരുണ്ട്, പാരന്റ്സ് ഉണ്ട്, പല പ്രൊഫഷണലിലുള്ളവരുണ്ട്. ദേ വർ ഗിവിംഗ് സജഷൻസ്, ഇങ്ങനെ ചെയ്യൂ. എല്ലാം സൈക്കോളജിക്കലി അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ആൻഡ് അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പേജിൽ അല്ല, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ശരിയാണോ എന്നറിയില്ല, ഫീമെയിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒരു പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് പറഞ്ഞത്, എപ്പോഴാണോ പ്രഗ്നൻസിക്ക് റെഡി ആവുന്നത് അപ്പൊ മാത്രം അത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഗോ ഫോർ പ്രഗ്നൻസി ഓൺലി ഇഫ് യു ആർ പ്രിപ്പയർഡ്. ഇത് ഇവിടെയുള്ള യങ് അഡൽട്ട് ഉള്ള എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്. ദർ ഇസ് നോ ഹറി. ഫിസിക്കൽ ചേഞ്ചസ് വരാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ കൂടെ എന്ന് പറയുന്ന ഞങ്ങളൊരു ക്ലിനിക്കിന്റെ മെയിൻ കോൺസെപ്റ്റ് തന്നെ പറയുന്നത്, ഈ ഹോം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലെത്തി. പക്ഷെ നമ്മൾ കടന്നു വന്ന ഒരു 10 ഡേയ്സ് ഉണ്ട്, 9 ഡേയ്സ് ഉണ്ട്. കുട്ടി ജനിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്നും തുടങ്ങി ഇപ്പൊ ഒരു വീട്ടിലോട്ട് എത്തി. സോ ഈ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ആ സ്ത്രീയാണ്, ഒരു ഫീമെയിൽ ആണ്, പ്രഗ്നന്റ് ആവുന്ന ലേഡി. സോ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി സൈക്കോളജിക്കലി ഇമോഷണലി പ്രിപ്പയർഡ് ആയാൽ മാത്രമേ ഈ പറയുന്ന ഹോമിനകത്ത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മളെല്ലാം പലരുടെയും പ്രശ്നം സൊസൈറ്റിയെ പേടിക്കും. ഒരു കല്യാണം കഴിഞ്ഞ ഒരു 6-7 മാസം ആകുമ്പോഴത്തേനും പ്രഷർ വരും. പലരും റെഡി ആയിരിക്കാം. ഇഫ് യു ആർ ഹാപ്പി ആൻഡ് റെഡി ഫോർ പ്രഗ്നൻസി, ഗോ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. കാരണം മെന്റലി ഫിസിക്കലി ഞാൻ റെഡിയാണ്, പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് അത്രയും നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ യു ആർ പെർഫെക്റ്റ്, യു ആർ റെഡി ടു ഗോ. പക്ഷെ പോസ്റ്റ്മോർട്ടം ഒക്കെ വരാം, ദാറ്റ് ഡിപ്പെൻഡ്സ്. പക്ഷെ
ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. കാരണം ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന വീട്ടിനകത്ത്. ഈ ഹോം എന്ന് പറയുന്ന മൂവി കണ്ടിട്ടുണ്ടാവും. വീട്ടിന് അല്ലെങ്കിൽ പാരന്റിങ് സ്റ്റൈലിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കിട്ടുന്ന ഒത്തിരി മൂവീസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ വീട്ടിനകത്തിരിക്കുന്ന നമുക്ക് കുട്ടികളുടെ മെന്റൽ ഹെൽത്തും പാരന്റ് മെന്റൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ്. കൗൺസിലിങ്ങിന് പൊതുവെ പാരന്റ്സ് ഇരിക്കാൻ വരാറില്ല, കുട്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാറ്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കംപ്ലൈൻസ് മൊത്തം കുട്ടി നുണ പറയത്തില്ലല്ലോ. പാരന്റ്സിന്റെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പാരന്റിങ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ മുന്നിലിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ആ ഒരു കുട്ടി എങ്ങനെ ആയിത്തീരണം എന്നുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും. മറ്റൊരു പോയിന്റും കൂടെ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായി തീരാനല്ല നമ്മളുടെ മക്കൾ. ദേ ആർ വെരി സ്പെഷ്യൽ. അവരുടെ വഴിയിലേക്ക് വിടണം. നമ്മൾ പുറകെ ഉണ്ട്, ഫ്രണ്ടിലും ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ഒരു ഹെൽത്തി പാരന്റിങ് സ്റ്റൈല് നോക്കുന്ന അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. പാരന്റിങ് ഇസ് ആൻ ആർട്ട്. അത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒത്തിരി സൈക്കോളജിസ്റ്റുകളും ഒത്തിരി ട്രെയിനേഴ്സും ഒരുപാട് എക്സ്പേർട്സ് പാരന്റിങ് പഠിച്ച് പാരന്റിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരാ. ഞാൻ ഈ ഒരു സെഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു പാരന്റ്സിന് സെഷൻ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു 1000 റെഫറൻസ് കിട്ടും. പുതിയ പുതിയ നോളജ് ആണ് അതിനകത്ത് നിന്ന് കിട്ടുക. പുതിയ പുതിയ ടേംസ്, ഈ ജെൻസി, വൈബ്, ആൽഫ, ബീറ്റ, സോ ആൻഡ് സോ ആൻഡ് സിഗ്മ ബോയ്സ്, ഇതൊക്കെ ഞാൻ ഈ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ പിള്ളേര് പറയുന്നതാ. ഞങ്ങളിപ്പം സിറ്റുവേഷൻഷിപ്പിലാണ്, ഞങ്ങളിപ്പം കമ്മിറ്റഡ് അല്ല. അതായത് അതിന് പുതിയ ടേംസ് ഉണ്ട്. നമ്മൾ ഈ ഓരോ മാസം കൂടുമ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. കാരണം കുട്ടികൾ നമ്മളെക്കാൾ ഒരുപാട് മുന്നോട്ട് വളർന്നു പോവാണ്. നമുക്ക് ആ ഒരു ബ്രിഡ്ജ് ബിൽഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ അവർക്കും മുന്നേ നമ്മൾ പോയാൽ മാത്രമേ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പുറകിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. സോ പാരന്റിങ് പഠിക്കുക, അതിനുവേണ്ടി ഒരുപാട് ഇൻപുട്ട് ഇടണം, ഒരുപാട് ശ്രമിക്കണം. ആ ഹോമിനെ സ്വീറ്റ് ഹോം ആക്കാനുള്ള മൊത്തം റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ ഈ കുട്ടികളിലും പാരന്റ്സിലുമാണ്. പക്ഷെ ഒരു കൈപ്പിടി കൂടുതൽ അച്ഛനിലും അമ്മയിലുമാണ്. സോ പേഴ്സണാലിറ്റികളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അത് ഒരുപാടുണ്ട്. പക്ഷെ പാരന്റിങ് സ്റ്റൈലിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തന്നെ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടണമെങ്കിൽ യു ഷുഡ് സ്റ്റഡി അബൌട്ട് ഇറ്റ്. കാരണം ഒത്തിരി റിസോഴ്സസ് നമുക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ 4 പാരന്റിങ് സ്റ്റൈലിൽ നിങ്ങൾ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ഓൺ ആവത്തില്ല. അത് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഞാനിപ്പം പെർമിസീവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോന്നിൽ നിന്നും ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഫീച്ചറാണ്. അപ്പൊ ആ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പാരന്റിങ് ഫീച്ചർ നല്ലത് അതോറിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ്, ഗോ ഫോർ ഇറ്റ്. പക്ഷെ നാർസിസ്റ്റ് അല്ലെങ്കിൽ പെർമിസീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ അതോറിറ്റേറ്റീവിൽ നിന്നുള്ള ക്വാളിറ്റീസ് എടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് സബ്ജക്ട് നോളജ് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ ചെറിയ ചെറിയ ചേഞ്ചസ് നമ്മളിൽ വരുത്തണം. ഇത് പഠിക്കുമ്പം നിങ്ങൾ അറിയാതെയുള്ള മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാവും. ഓക്കെ, സോ മനസ്സുകൊണ്ട് പ്രാഗിയും മുഖത്തുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഓഡിയൻസിനും വളരെ 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 നന്ദിയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അല്ല, ഞാനൊരു പാരന്റ് എല്ലാം തുടക്കത്തിലേ പറഞ്ഞിരുന്നു, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ആൻഡ് നിങ്ങളുടെ പാരന്റിങ്ങിൽ എന്തെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കഥകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ചെറുതായിട്ട്. വി ഹാവ് 10 minutes more. ഐ എം റെഡി, ഐ എം ഓൺ ഇയേഴ്സ്. ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. താങ്ക് യു. എനിക്കൊരു ജസ്റ്റ് ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉള്ളെ. ഇപ്പൊ നേരത്തെ ഒരു കുഞ്ഞ് എക്സസൈസ് ചെയ്തായിരുന്നല്ലോ. അപ്പോ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്റെ അച്ഛൻ ചെറുതിലേ മരിച്ചു പോയതാ. അപ്പം പക്ഷെ ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്ന ക്വാളിറ്റീസ് കുറച്ച് എന്നിൽ ഞാൻ കാണുന്നു. അപ്പൊ അത് എൻവയൺമെന്റലി ഉണ്ടായതാന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോബബ്ലി ജനറ്റിക്കലി അങ്ങനെയാണോ? ജനറ്റിക്കലിയും കൂടെ ട്രാൻസ്മിറ്റ് ആവും. ജനറ്റിക്കലിയും കൂടെ നമ്മളുടെ ബിഹേവിയർ ട്രാൻസ്മിറ്റ് ആകും. ദാറ്റ് ഈസ് പോസിബിലിറ്റി. അത് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ല. ജനറേഷൻ വൈസ് ആൻഡ് ജനറ്റിക്കലി, പിന്നെ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമ്മൾ അത് അഡാപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ട്രൂ. മാഡം, അത് 100% ആണ്. ജനറ്റിക്കലി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതായത് എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനെ ഒരു കാര്യങ്ങളും ഒന്നും എന്റെ മോൻ കണ്ടിട്ടില്ല.
പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ കാണിക്കുന്ന അതേ പാറ്റേൺസ് പലതും ഇവൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവൻ കാണിക്കേണ്ടതെന്ന് എനിക്കറിയാം. അത് എക്സ്പീരിയൻസ് ചെയ്തേക്കണ കാര്യമാണ്. ദിൽജിത്ത് ആൻസർ കിട്ടിയില്ലേ? യെസ് താങ്ക് യു. പക്ഷെ ഞാൻ Yeah. കണ്ടു വളർന്നേക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് എന്റെ അമ്മയുടെ അടുത്തുനിന്നും ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഒരു ക്യൂരിയോസിറ്റി വന്നത്. പിന്നെ താങ്ക് യു. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ട്, അതൊരു കാര്യമാണ്. കാരണം നമ്മുടെ അച്ഛനില്ല, അല്ലെങ്കിൽ പറയും. ആരെങ്കിലും അതെ ഇല്ല. അതെ അതെ. പക്ഷെ അങ്ങനെ നമ്മളിങ്ങനെ മുത്തശ്ശിയുടെ കേട്ട് കേട്ട് സ്വഭാവമാണ്. കേട്ട് കേട്ട് നമ്മളുടെ ഒരു ഇതും വരും. രണ്ടും ഉണ്ട്. നമ്മൾ കേട്ടതും നമുക്ക് നമ്മളെ എഫക്ട് ചെയ്യും. യെസ് കേട്ടിട്ടുണ്ട്. ആളില്ല എന്നോർത്ത് അയാളെ പറ്റി പറയുമ്പോ എപ്പോഴും പേരൻസോ അല്ലെങ്കിൽ നാട്ടുകാരോ എല്ലാരും എന്തെങ്കിലുമൊക്കെ പറയും. ഇതെല്ലാം Yes. നമ്മളുടെ മനസ്സിലുണ്ട്. താങ്ക് യു. സോ ഇത് ജനറ്റിക്കലി വരുന്ന ഒരു ഘടകമാണ്. നമ്മളുടെ പരിധികൾക്കപ്പുറമാണ് ഈ ബിഹേവിയർ ട്രാൻസ്മിറ്റ് ആവുന്നത്. ചില But we can ബോഡി change. പോസ്റ്റേഴ്സും ചില ബോഡി ലാംഗ്വേജും ബോഡി പോസ്റ്റേഴ്സും ഒക്കെ അത് നമ്മള് സത്യത്തിൽ കുട്ടികളിൽ കാണുമ്പോ ഈ മുത്തശ്ശന്മാരിൽ നിന്ന് കിട്ടിയേക്കണതൊക്കെ നമ്മൾ വാച്ച് ചെയ്യില്ല, നമ്മുടെ കുട്ടികളെ നമുക്ക് നോക്കാം. അപ്പൊ കാണുമ്പോ ഇത് എന്റെ അച്ഛന്റെ ആണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവരുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ അത്ഭുതമാണെന്ന് കഴിഞ്ഞ ദിവസം കൂടെ ആലോചിച്ചു. വേറെ അഭിപ്രായങ്ങൾ, സ്റ്റോറീസ് എന്തെങ്കിലും? പിള്ള സാറ് കൈ പൊക്കിയിട്ടുണ്ട്. യെസ് സർ പ്ലീസ്. ഞാൻ രണ്ടൊന്ന് ചെറിയ പോയിന്റ്സുകളെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം സമയം എടുക്കത്തില്ല കേട്ടോ, ആരുടെ സമയം കളയില്ല. അതെ, ഈ ADHD പാരന്റിങ് എന്നുള്ളത് പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കേസാണ്. അതായത് ഒരു കൊച്ചുകുട്ടി ആയിരുന്നപ്പോൾ തുടങ്ങി ഒരു വലിയ വീട്ടിലാണ്, എല്ലാത്തരം അഫ്ലുവന്റ് ഫാമിലിയാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ആവശ്യപ്പെട്ടാലും പേരന്റ് നടത്തി കൊടുക്കാൻ നിർബന്ധിതമായി തീരുകയാണ്. കാരണം ഒത്തിരി കാലം കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞുണ്ടായത്. അപ്പൊ അങ്ങനെ ഓമനിച്ചത് ഈ കുഞ്ഞ് വന്നപ്പോ ഇതിന് ശരിക്കും എന്താണ് പറയുന്നത്, എന്ത് ആവശ്യപ്പെട്ടാലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്താണ് അവർ സാധിച്ചു കൊടുത്ത് അത് ഗ്രോണപ്പ് ആകുന്നിടം വരെ. അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ചുറ്റുപാടുമുള്ളവരും സഹവസിക്കുന്നവരും ഫ്രണ്ട്സും ഒക്കെയാണ്, സ്കൂളിലുള്ളവരെല്ലാം. അങ്ങനെ അടുത്ത് എന്തായാലും ഗ്രോണപ്പ് ആവുന്നിടം വരെ ആ അവസ്ഥ തുറന്നു. ഇവര് കണ്ടമാനം സഫർ ചെയ്ത് അത്ര വരെ എനിക്കറിയാം. അപ്പൊ നിവൃത്തിയില്ലാതെ പെർമിസീവ് എന്ന് പറഞ്ഞാൽ അതെന്നാ നിവൃത്തിയില്ലാതെ വീണു പോവുകയാണ്, വേറെ മറ്റൊരു നോ അതർ ഗോ. അപ്പൊ ഒന്നത്. പിന്നെ ഇനി മൂല്യച്യുതയെ പറ്റി ഇന്നത്തെ തലമുറ വളരെ അഡ്വാൻസ്ഡ് ആണ്, വളരെ ഷ്രൂഡാണ്, ഒക്കെ അത് ശരി തന്നെ. ഈ മൂല്യച്യുത എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാര്, അതായത് ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും കൊള്ളാം, ചിൽഡ്രൻ തമ്മിൽ അന്തരം, ഏജിന്റെ അന്തരം ഉണ്ടെങ്കിൽ പോലും എടാ പോടാ ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അത് ചേട്ടാന്നോ ചേച്ചിന്നോ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. അതിന് ഞങ്ങൾ ഇത് കാണുന്നില്ലെന്നാ പറയുന്നത്. അതിലൊക്കെ എന്തിരിക്കുന്നു, എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് ചോദിക്കുന്നത് ഒന്നത്. പിന്നെ ഈ ഞാൻ എടാ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് നേരിട്ട് കേട്ടതാണ്. എടാ നീ ഇന്ന് വീട്ടിലോട്ട് വരുന്നോ? ഇല്ല, നീ പൊക്കോടാ. അല്ല ഇന്ന് വരേണ്ട, നീ പൊക്കോ. അല്ല ഇന്ന് നീ വരുന്നോ വീട്ടിലോട്ട്? ഇല്ല, വേണ്ട, നിന്റെ തന്ത വൈബ് അവിടെ ഉണ്ടല്ലോ, അങ്ങേര് പുറത്തേക്ക് പോയിട്ട് ഞാൻ വരാമെന്ന്. തന്ത വൈബ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ഇന്നത്തെ എന്താണ് ഓൾഡ് തലമുറ കണ്ടമാനം സഹിക്കേണ്ടി വരുന്നു. അതിനെന്തായിരുന്നു പരിഹാരം? ഇതിനകത്ത് ശരി എവിടെ തെറ്റ് എവിടെ, ഇത് നമ്മളിപ്പോ അനലൈസ് ചെയ്ത് എങ്ങനെ ഇരിക്കും, എന്താണ് നമുക്കിതൊരു സൊല്യൂഷൻ? ഇത് അതായത് നമ്മൾ ഒരാൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൊല്യൂഷൻ, ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. ഇത് അതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂല്യച്യുതി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. മൂല്യം ഉണ്ടെന്നത് ഇഷ്ടമാണെങ്കിലല്ലേ മൂല്യച്യുതിയെ പറ്റി ഇഷ്ടപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് അനലൈസ്, ചെറിയ അനാലിസിസ് വന്നാല് നന്നായിരിക്കും, നമുക്ക് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ് സർ, ഈ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ ഈ പറഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ സിസ്റ്റം കുട്ടികളിൽ ഇനി കാണുന്ന കുറച്ച് പാടാണ്. ഞാൻ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ദിവസം ഒരു സിംഗിൾ പാരന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ പാരന്റ് ആണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വൈഫില്ല, അപ്പം അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിക്കുള്ള പാരന്റിങ് എല്ലാം ഞാൻ കൊടുത്തു. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ആൾക്ക് മനസ്സിലാവുന്നില്ല, ആള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
സോ ഈ എടാ പോടാ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അവരെ പിന്നെ ഈ തന്ത വൈബിനെ കുറിച്ച് പറഞ്ഞു. തന്ത വൈബ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഈ മര്യാദ എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന ആ വ്യക്തിയിലാണ്. എന്റെ ക്ലിനിക്കിൽ എന്റെ മുന്നിൽ നിന്നൊരു പയ്യൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ വയസ്സിനെ അല്ല ബഹുമാനിക്കുന്നത്, അവരുടെ ആക്ടിനെയാണ്. അയാൾ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് എന്റെ വാല്യൂ സിസ്റ്റം. എന്നോട് ജെന്റിലായിട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ടും പെരുമാറിയാൽ അത് തിരിച്ച് ഞാൻ കൊടുക്കും. എന്നെ വാടാ ഓടാ വിളിക്കുന്നു, എന്നെ തല്ലുന്നു, എന്നെ വീട്ടിനകത്ത് തെറി വിളിക്കുന്നു, ഇത് എനിക്ക് എങ്ങനെയാ പുള്ളിയോട് തോന്നുക? പിന്നെ അവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ സർ. കാരണം ഈ കുട്ടി കാണുന്നതാണ് കുട്ടി അന്ന് പ്രൊജക്ട് ചെയ്യുന്നത്. ഞാൻ നിന്റെ അച്ഛനായതുകൊണ്ട് മാത്രം നീ എന്നെ ബഹുമാനിക്കണം എന്നില്ല. അച്ഛൻ്റെതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്, അച്ഛൻ്റെതായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അതെനിക്ക് എപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നോ അത് ഞാൻ അറിയാതെ കിട്ടിപ്പോകും. എല്ലാവരും ഈ പറഞ്ഞ കോൺസെപ്റ്റിലൂടെ ആ ഒരു നെഗറ്റീവ് ഫീൽഡിൽ പോകുന്നവരായിരിക്കില്ല. കുറച്ചുകൂടെ വീട്ടിനകത്ത് കുട്ടികൾ കമ്മ്യൂണിക്കേഷനും റാപ്പോയും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കുട്ടിയായാലും പ്രായമായവരായാലും ഈ ഡാ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അവിടെ ഒരു ടേം ഉണ്ട്, വാ മാ എന്ന്. മാ ഇൻ ദ സെൻസ് റെസ്പെക്റ്റ് ആണ്. ഉക്കാറിങ്ങമ്മ, വാ മാ, പോമാ. അവിടെ ഡി എന്നുള്ള വേർഡ് ഇല്ല. അതാണ് ആ റെസ്പെക്ട്. കുട്ടിയോട് വാമാ, ഉക്കാറുമാ, നല്ല ഇருக்கு, ആ ഒരു കുറച്ചൊരു സ്റ്റേറ്റ്മെന്റ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അത് അവർ തിരിച്ചു തരും. ദാറ്റ് ഇസ് സിമ്പിൾ. നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടും സർ. ദാറ്റ് ഇസ് ട്രൂത്ത്. താങ്ക് യു അനിത മാം. ശരി, ഓക്കെ, താങ്ക് യു. നമ്മൾ കുറച്ചൊക്കെ സഹിക്കാൻ പഠിക്കുക, ഓടെ തലമുറ അല്ലേ, അതാണ് വേണ്ടത്. സർ അങ്ങനെ എടുക്കരുത് സർ. കാരണം അനിത മാമിനോട് ഞങ്ങൾ പൂർണ്ണമായിട്ടും യോജിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്പെക്ട് ഇസ്, നമ്മൾ പറയില്ലേ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന്, അത് നമ്മൾ ഏൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് റെസ്പെക്ട് എന്ന് പറയണത്, അല്ലെ? നമുക്ക് കടയിൽ നിന്ന് പോയി മേടിക്കാൻ കിട്ടില്ല. ഇപ്പൊ അനിത മാം പറഞ്ഞു നിർത്തിയത് പാരന്റിങ്ങിനെ കുറിച്ചാണ്, അല്ലെ? പാലിസ് മാഡും ഞങ്ങളും കൂടി ക്രിയേറ്റ് ചെയ്ത ഒരെണ്ണത്തില് BSNL ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്നേഹത്തെക്കാളും, കുട്ടികൾക്ക് സ്നേഹം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. സ്നേഹത്തെ കുറിച്ച് മനസ്സിലാവുന്ന ഏജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തതിന് ശേഷമേ വാട്ട് ഇസ് ലവ് എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. പാരന്റിങ്ങിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. അതാണ് BSNLന്റെ ബി, ബിൽഡ് വിത്ത് ട്രസ്റ്റ്. ഒരു കെട്ടിടത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന S എന്ന് പറയുന്നത് വി നീഡ് ടു സ്ട്രെങ്തൻ വിത്ത് റെസ്പെക്ട്. ഒരു വീടിന്റെ ചുവരുകൾ എന്ന് പറയുന്നത് ബഹുമാനമാണ്. ആൻഡ് N stands for we need to nurture with love. ഈ നർച്ചർ വിത്ത് ലവ് എന്ന് പറയുന്നത് അനിത മാം പറഞ്ഞ 4 പാരന്റിങ് സ്റ്റൈലും കൂടെ നമ്മളെ മനസ്സിലാക്കി എല്ലാവരിലും ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് കാണുന്നതാണ് ഇന്ന സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ നർച്ചർ വിത്ത് ലവ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ജനലുകളും വാതിലുകളുമാണ്. എപ്പ തുറക്കണം, എപ്പ അടയ്ക്കണം എന്നുള്ളത്. ആൻഡ് ദ ഫോർത്ത് വൺ BSNL എന്ന് പറയുന്നത് ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ആലിസ് മാഡം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യു നീഡ് ടു ബിക്കം എ ഹാപ്പി മദർ ഫസ്റ്റ് റാദർ ദാൻ എ ഗുഡ് മദർ. അപ്പോ ഞങ്ങളും ഈ അഡലസൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇന്നത്തെ കുട്ടികളുമായിട്ടാണ്. ഇന്നത്തെ കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഋഷിരാജ് സിംഗ് സാറും അതന്നെ അല്ലേ പറഞ്ഞു നമ്മളുടെ അടുത്ത്. സാറിന്റെ ബുക്കിലും വൈകും മുൻപേ എന്ന് പറയുന്നത് അത് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഉള്ളതാണ്. തീർച്ചയായിട്ടും ഒരു യങ്ങർ ജനറേഷനെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി, കാരണം ഇന്ന് ഡെന്റൽ ക്ലിനിക്കിൽ ഞാന് ഈ കുഞ്ഞു കുട്ടികള് അവരുടെ ആ ഒരു കൈയുടെ സ്കില്ല് വന്ന് ബ്രഷിങ് പഠിക്കണമെങ്കിൽ കുറച്ച് നാള് പിടിക്കും. അപ്പോ കുട്ടികൾ ബ്രഷ് ചെയ്താലും പാരന്റ് രാത്രി ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് പെർമനന്റ് ആയിട്ട് വന്നിട്ടുള്ള പല്ലുകൾ ഒരു 8 വയസ്സായ കുട്ടിയുടെ പോകുമ്പോൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. കാരണം നമുക്കൊക്കെ സങ്കടമാണ്, ഈശ്വരാ ഈ പ്രായത്തിൽ ആ പെർമനന്റ് പല്ലിന് ഇത്രയും വലിയ കേട് വന്നല്ലോ, ഇത് പാരന്റ് കണ്ടില്ലേ എന്ന സങ്കടത്തോടെ ഞങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോ എന്ന് രാത്രി ആകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ പാരന്റ് ആ കുട്ടിയുടെ അമ്മ നാട്ടിലില്ല, പുറത്താണ്. ഗ്രാൻഡ് പാരന്റും ഫാദറും കൂടിയാ വളർത്തണേ. അപ്പൊ ആ അച്ഛൻ പറയണേ, ഞാൻ വരുമ്പോഴത്തേക്ക് അവര് പകുതി ഉറക്കത്തിലായിട്ടുണ്ടാവുന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, പാരന്റിങ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. അപ്പോ
അത് കൃത്യതയോടെ ചെയ്യാൻ, പേഷ്യൻസോട് കൂടി ചെയ്യാൻ, അതൊരു ആർട്ടാണ്. ഏതൊരു കല പഠിക്കണമെങ്കിലും നമുക്ക് പേഷ്യൻസ് വേണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്നത്തെ സെഷൻ അനിത മാം നമുക്ക് ഓരോരുത്തർക്കും ഒരു റിമൈൻഡർ ആണ് തന്നത്. നമ്മളിൽ എന്ത് ചേഞ്ച് വരുത്താം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് കുറച്ചൊക്കെ ക്വാളിറ്റീസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ഇതൊരു സ്റ്റിമുലസ് മാത്രമാണ്. ഈ സ്റ്റിമുലസ് ഉള്ളിലേക്ക് എടുത്തിട്ട് വാട്ട് ഇസ് അതോറിറ്റേറ്റീവ് പാരന്റിങ്. കാരണം ചിറ്റിലപ്പള്ളി സാറ് ഞങ്ങളുടെ പ്രചോദനയിൽ വന്നപ്പോൾ ഒരു കാര്യം പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ പല സെഷൻസിലും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിമൈൻഡ് ചെയ്യാണ്. പ്രോഡക്റ്റിനെ കണ്ടാൽ അറിയാം മാനുഫാക്ചേഴ്സിന്റെ ക്വാളിറ്റി എന്ന്. ഇതിലും വലിയ ഒരു പാരന്റിങ് ഒരു അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. ഡെഫിനറ്റ്ലി ഹോം സ്വീറ്റ്. കുട്ടികൾ ഒരു കോമഡിക്ക് പറയുന്ന ഒരു വേർഡും കൂടെയുണ്ട്, എടാ ഇതെനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. They used to say that. ചുമ്മാ തമാശക്ക് പറയും, അതിന്റെ മീനിങ് അവർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റ് പറ്റുമ്പം എടാ എന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാ, ഒന്നുമില്ല, ദാറ്റ്സ് ഇറ്റ്. അല്ല ഇനി അത് പറയുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പഠനം പറഞ്ഞു കൊടുക്കാം, നേച്ചർ വേഴ്സസ് നർച്ചർ എന്ന് പറയുന്നത്. നേച്ചർ നമുക്ക് കിട്ടി, പക്ഷെ ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു നർച്ചർ അവർ സെൽഫ് ആൻഡ് ചേഞ്ച് അവർ സെൽഫ്. നമ്മുടെ ബുദ്ധി ഉറച്ചു കഴിയുമ്പോ. എനിക്ക് പിള്ള സാറിനോട് ഒരു കാര്യം പറയാമോ മാഡം? അയ്യോ ഡെഫിനറ്റ്ലി. ഒരു ചെറിയ സമയം കേട്ടോ, നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാം. ഓക്കെ, അത് ആക്ച്വലി സാർ എന്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിനകത്ത് പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളുടെ ഏജിൽ വന്നിട്ട് നമ്മള് കുട്ടികളെ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഏജ് കഴിഞ്ഞ് വന്നിട്ടുള്ളവരതാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഡിമാൻഡ്സും അവരുടെ ഫ്രണ്ട് സർക്കിളും ഒക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷെ നമ്മൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മളെ അവർക്ക് മനസ്സിലാക്കണേക്കാളും എളുപ്പം നമുക്ക് അവരെ മനസ്സിലാക്കാനായിരിക്കും. നമ്മൾ അവരുടെ ഏജ് കഴിഞ്ഞതുകൊണ്ട് നമ്മളിപ്പോ എന്റെ മോൻ ഒരു +2 കാരനാണെങ്കിൽ ഞാൻ അവനെ കാണുന്നത് എന്റെ +2 ലെവലിൽ ഞാൻ എങ്ങനെയായിരുന്നു ആ കണ്ണുകൊണ്ട് കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പാരന്റിങ്ങിലേക്ക് ഒരു സൊല്യൂഷനും കുട്ടികൾക്ക് ഒരു കമ്മ്യൂണിക്കേഷനും ശരിക്കും നടക്കുള്ളൂ. അതാണ് എന്റെ ഒരു അഭിപ്രായം. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിന് ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരിയാണ്. ശരി സർ, താങ്ക് യു. Now I invite Amrita to deliver a vote of thanks. Over to you, Amrita. ബ്യൂട്ടിഫുൾ ഈവനിങ് വിഷസ്. എനിക്ക് തോന്നുന്നില്ല വോട്ട് ഓഫ് താങ്ക്സ് പറയണമെന്ന്, കാരണം ഓൾറെഡി ഉഷ മാം നന്നായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞു അനിത മാമിന് വേണ്ടി. വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു ഇന്നത്തെ. നമ്മൾ ഇത്രയും ദിവസം ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടി. പക്ഷേ അതുകൊണ്ട് എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഒരു വലിയ കാര്യം അനിത മാം പറഞ്ഞതിനോട് യോജിച്ച്. ഗോ ഫോർ പ്രഗ്നൻസി ഓൺലി ഇഫ് യു ആർ മെന്റലി പ്രിപ്പയർഡ്. അതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് വിമൻ മാത്രമല്ല മെന്റലി പ്രിപ്പയർഡ് ആവണ്ടേ. നമ്മള് കല്യാണം കഴിഞ്ഞ ശരിക്കും യെസ് മാം. Your audio is breaking. ചിലപ്പോ വീഡിയോ ഓഫ് ചെയ്ത് പറയുമ്പോ ചിലപ്പോ കുറച്ചും കൂടി ക്ലാരിറ്റി വരുമായിരിക്കും. ഞാൻ ശ്രമിക്കാം. ഇപ്പൊ ഓഡിബിൾ ആണോ മാം? ഇവിടെ ഇച്ചിരി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. Now much more clearer. Go for it. അതാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരും മെന്റലി പ്രിപ്പയർഡ് ആവേണ്ടത്. മെയിൽ ഫിഗേഴ്സും അത് മെന്റലി പ്രിപ്പയർഡ് ആവേണ്ടതാണ്. കാരണം ഒരു കുട്ടീനെ നമ്മൾ നോക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അമ്മയ്ക്ക് മാത്രമാണ്. അതൊരു ഡിബേറ്റിംഗ് ഒരു തിങ് ആയി മാറും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് അങ്ങനെയല്ല. രണ്ടുപേർക്കും ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട്. അത് അമ്മ അച്ഛൻ മാത്രമല്ല, ഒരു അമ്മ മാത്രമല്ല ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ പറയുമ്പം ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നാണ് ശരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു കൗൺസിലർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയതുകൊണ്ട് തന്നെ അനിത മാം പറയുന്ന ഓരോ വാക്കുകളും കൂടെ ഞാൻ അത് യോജിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാരും അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാം പറഞ്ഞു നമ്മള് യു ആർ ദ റിഫ്ലക്ഷൻ ഓഫ് ദ പാരന്റ്. അപ്പം യു ആർ ദ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ശരിയാണ്. അതിനകത്ത് ജനറ്റിക് ഫാക്ടർ നമ്മൾ കോപ്പി ചെയ്യുന്ന, അതായത് മോഡലിംഗ് ബിഹേവിയർ, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട, നമ്മൾ
വീട്ടില് പാരന്റായി ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇതെല്ലാം മാറ്റർ ആവും. അപ്പം പാരന്റിങ് ഈസ് എ ആർട്ട്. അത് ശരിക്കും ഒരു ഫ്ലോ സ്റ്റേറ്റില് ഇപ്പൊ ഡോക്ടർ ജാനകി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ഫ്ലോ സ്റ്റേറ്റിലിരുന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരന്റിങ്. അതാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്താ ശരിക്കും പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഒരുപാട് എക്സ്പീരിയൻസ് അനിത മാം പറഞ്ഞ പോലെ പറയാനുണ്ട്. ഇപ്പൊ ശരിക്കും നമ്മൾ എന്തൊക്കെയാണ് ഈയിടെ നമ്മള് സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പല ജനറേഷൻ ആണ്. അതിനകത്തൊന്നും ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്ത് TV ഉള്ള കാലത്ത് നമ്മൾ വളർന്നു എന്ന് പറഞ്ഞ് ഇപ്പം ഡിജിറ്റൽ വേൾഡ് വന്നെന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെ അടുത്ത്, ഞാൻ അന്ന് ഒരു പെൻസിലും കൊണ്ടാണ് വളർന്നേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം അന്ന് ഒരു പെൻസിലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈം അങ്ങനെയാണ്. ഇപ്പം ഞാൻ ആ ഒരു പെൻസിൽ കൊണ്ടാണ് വളർന്നേ, നിനക്ക് ഇപ്പൊ 10 പെൻസിൽ കിട്ടിയാലും അത് മതിയാവില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എല്ലാവരും യോജിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം പാരന്റിങ് എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഇത് ഇത്രയും സെഷൻസും നമുക്കുണ്ടായത്, ഞാനൊരു 10 നമ്മളൊരു സ്റ്റെപ്പ് സ്റ്റെയർ കേസ് കയറണമെങ്കിൽ ഈ 10 കാര്യങ്ങൾ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ മെന്റൽ ഹെൽത്ത് വീക്കില് in between happy mental day, world mental health day to everyone. അപ്പം നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് വീക്കില് നമ്മൾ ഇത്രയും വലിയ ക്ലാസ്, അതും ഇത്രയും നല്ല നല്ല സെഷൻസ് പ്രചോദന നമുക്ക് തന്നു. നമുക്ക് പ്രചോദനയുടെ മെമ്പർ ആവാൻ പറ്റിയതും നമുക്കിത് കേൾക്കാൻ പറ്റിയതും പിന്നെ ഈ KCF-ഉം വേൾഡ് ഡെന്റൽ അസോസിയേഷൻ ഇതെല്ലാം ഒരു പാർട്ടായിട്ട് ഇത്രയും നല്ല സെഷൻസ് ഉഷ മാമിനും ആലിസ് മാമിനും വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഇത് കൺസിസ്റ്റൻസി ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചു കൺസിസ്റ്റൻസി വേണമെന്ന്. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫോൾഡഡ് ഹാൻഡ്സ് കൂടെ ഞാൻ പറയാണ്. ഇങ്ങനെ ഇനിയും സെഷൻസ് വേണം. ഇനിയും നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റികളെയും നമ്മൾ ഇൻസ്പയർ ചെയ്യണം. കാരണം പല കാര്യങ്ങൾ ഇപ്പൊ ഫീഡ്ബാക്ക് പറയാനാണെങ്കിൽ കൂടിയും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും തീരുമാനിച്ചു. അത് ജസ്റ്റ് ഒരു തീരുമാനം ആവരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്കൂൾ വൈസ് CBSE-യിലാണെങ്കിലും അത് നമ്മൾ പറയണം. കുട്ടികളുടെ ഈ ട്രാൻസ്ഫറബിൾ ക്രെഡിറ്റിനെ കുറിച്ചും ഓൾഡ് ഏജ് മെന്റൽ ഹെൽത്തിന്റെ വാല്യൂസും നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ഈ വരുന്ന കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കുട്ടികളുടെ ഒരു നിസ്സായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം ഋഷിരാജ് സാറ് പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതെന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ പാരന്റ്സിനെ, അനിത മാം പറഞ്ഞ പോലെ പാരന്റ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു നമുക്കൊരു സമൂഹമായിട്ടാണ് ഇതിന് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പം ശരിക്കും നമ്മൾ വേക്കപ്പ് ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഐ ആം ഇമ്മൻസ്ലി പ്രൗഡ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു അനിത മാം. ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി, നമുക്ക് പറയാനായിട്ട് പറ്റി. പാരന്റിങ് സ്റ്റൈൽസിനെ കുറിച്ച്, പാരന്റിങ് പാറ്റേൺസിനെ കുറിച്ച്. പിന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ പറയും നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീലാക്കി വെക്കണം. എന്നാലേ മാം പറഞ്ഞ പോലെ ഈ ട്രാൻസാക്ഷണൽ അനാലിസിനകത്തുള്ളത് ബിഹേവിയർ, ചൈൽഡ് ബിഹേവിയർ, അഡൾട്ട് ബിഹേവിയർ, പാരന്റ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എപ്പോഴും നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീൽ ആവാത്തതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഇന്നർ ചൈൽഡിനെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് വെക്കുക. മദർ ഫാദർ രണ്ടും ഹാപ്പി ആയിട്ടിരിക്കുക. അമ്മ മാത്രം ഹാപ്പി ആയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ ഓരോ സെഷൻസിനെയും കുറിച്ചും ചെറുതായിട്ട് എനിക്ക് പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെന്റൽ ഹെൽത്ത്, അല്ലെ? അപ്പൊ സെൽഫ് കമ്പാഷൻ ആണ് നമ്മൾ ആദ്യത്തെ ഒരു സെഷൻ കൊണ്ട് പഠിച്ചത്. പിന്നെ എങ്ങനെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് ഒരു ഇൻഡിവിജ്വൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു ക്വാളിറ്റീസ് മെന്റൽ ഹെൽത്തിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അത് നമ്മൾ സംസാരിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കണം, അതും റൈറ്റ് സ്റ്റെപ്പ് എടുക്കണം. എപ്പോഴാണ് നമുക്ക് ഒരു കുട്ടി റൂമിനകത്തുള്ളപ്പോൾ തന്നെ നമ്മൾ എങ്ങനെയാണ് റൈറ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത്, how to identify early symptoms and prevent
ഡീറെയിൽമെന്റ്, എങ്ങനെയാണ് നമ്മൾ ഏർലി സിംറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതും നമുക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തുള്ള ചാലഞ്ചസ്, നമുക്ക് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മുടെ സിംറ്റംസ്, ഈ ഫാമിലിയുടെ സപ്പോർട്ട് വേണം, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു. പിന്നെ ചൈൽഡ്ഹുഡ്, പാരന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ചൈൽഡ്ഹുഡ് ആണ് വരുന്നത്. ചൈൽഡ്ഹുഡിന്റെ എന്തെല്ലാം ട്രോമാസ് ഉണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അവര് അഡിക്റ്റ് ആയെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തരുത്. അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത്. നമ്മൾ അനിത മാം പറഞ്ഞ പോലെ ഹൗ ഡു യു ഫീൽ എന്നാരും ചോദിക്കുന്നില്ല അവരുടെ അടുത്ത്. വൈ യു ആർ ഫീലിംഗ് ദിസ് തിങ്, എന്തിനാണ് നീ ഡ്രഗ് അഡിക്റ്റ് ആവാൻ അല്ലെങ്കിൽ ഡ്രഗ് എടുക്കാനുള്ള ഫീല് നിന്റെ ഏത് ഒരു ഫീലിംഗ് ആണ് നിനക്ക് വന്നത്, നീ എന്തിനാണ് അങ്ങനെ പോയത് എന്ന് ചോദിക്കാൻ നമ്മുടെ പാരന്റ്സിന് തന്നെ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ അവര് വേറെ രീതിയിൽ ചൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് വീട്ടിൽ കിട്ടാത്തതാണല്ലോ നമ്മൾ പുറത്ത് തേടി പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എങ്ങനെ നമ്മള് ആർട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന്, ആർട്ട് ഒരു എസ്കേപ്പിസം ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് കണക്ട് ആവാനായിട്ട് പറ്റിക്കാണും നമ്മുടെ ഡോക്ടർ ജാനകിയുടെ സെഷനോടുകൂടി. നമുക്ക് അത് ശരിക്കും നമ്മുടെ ഒരു ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ആർട്ടിനെ ഉപയോഗിക്കണം, അതാണ് മനസ്സിലായത്. പിന്നെ ഫിറ്റ്നസ്, എങ്ങനെ നമുക്ക് ബോഡി മൈൻഡും ഒക്കെ നമുക്ക് ഫിറ്റ് ആയിട്ട് വെക്കാം, വയസ്സ് ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലായത്. മാം ശ്രീദേവി മാമിന്റെ ആ ഒരു ഏജ് 39 സ്റ്റാർട്ട് ചെയ്തു, എന്തെല്ലാം വണ്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ പ്രേ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ സാധിക്കട്ടെ. പിന്നെ ട്രാവലിംഗ്, ഇന്നത്തെ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ട്രാവലിംഗ്, എങ്ങനെ ട്രാവൽ ചെയ്ത് നമ്മുടെ മൈൻഡ് ഹെൽത്തി ആക്കാം എന്ന് ശരിക്കും അത് ഒരു എന്താ നിത മാം എടുത്ത ഒരു ഇനീസിയേഷൻ മാത്രമല്ല, എങ്ങനെ നമുക്ക് ഫിനാൻഷ്യലിയും കൂടെ ചില സമയത്ത് നമ്മൾ ട്രാവൽ പോകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, പോകണോ വേണ്ടായോ. പല ഇപ്പൊ പാരന്റ്സ് അച്ഛൻ എനിക്ക് തോന്നുന്നു പിന്നെയും അച്ഛന്മാർ അങ്ങനെ ചിന്തിക്കാറില്ല, അവർക്ക് പോണെങ്കിൽ അവർ പോകും. പക്ഷെ അമ്മമാരെപ്പോഴും ചിന്തിക്കും, അയ്യോ കുട്ടികളെ വിട്ട് എങ്ങനെ പോകണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത. അതില് ശരിക്കും നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഹാപ്പി ആവൂ. അപ്പൊ നമുക്കൊരു ട്രാവൽ, എന്തുകൊണ്ട് ട്രാവൽ പോയിക്കൂടാ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഇന്നലത്തെ സെഷൻ നമ്മളെ കൊണ്ട് എത്തിച്ചത്. അതില് പൈസ ഒരു ഘടകമേ അല്ല. എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ടോ അത്രയും രൂപ വെച്ച് നമുക്ക് പോകാം എന്നുള്ള ഒരു സെഷൻ ആയിരുന്നു ഇന്നലെ. പിന്നെ ഇന്ന് പറയണ്ടല്ലോ, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ആ ലാഡറിലോട്ട് നമ്മൾ നമ്മുടെ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തി. അതാണ് ഇന്ന് നമുക്ക് അനിത മാം പറഞ്ഞു തന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നമ്മുടെ ഹോം ശരിക്കും ഒരു ഹെൽത്തി മൈൻഡിന് നല്ലൊരു ഹോം വേണമല്ലോ. അപ്പം ആ ഒരു ഹോം എങ്ങനെ ഉണ്ടാവും, ഒരു കുഞ്ഞ് എങ്ങനെ ഹാപ്പി ആയിരിക്കും, ആ കുഞ്ഞ് ഹാപ്പി ആണെങ്കിൽ പാരന്റ്സ് എങ്ങനെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെ ഹാപ്പി ആയിരിക്കും. അല്ലെ ഇത് വൈസ് വേഴ്സയാണ്. ഇത് ഒരിക്കലും കുഞ്ഞു മാത്രം ഹാപ്പി ആയിട്ട് കാര്യമില്ല, പാരന്റ്സും ഹാപ്പി ആയിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പാരന്റ്സും ഹാപ്പി ആയിരിക്കണം. എനിക്ക് തോന്നുന്നു അത് ഒരു വൈസ് വേഴ്സ ഒരു റിയാക്ഷൻ ആണ് എപ്പോഴും വരുന്നത്. അപ്പം പിന്നെ ഉഷ മാമിനും ആലിസ് മാമിനും വളരെ നന്ദി. ഞാൻ എപ്പോഴും വിചാരിക്കും, സമയം കിട്ടുന്നില്ല എന്ന്. പക്ഷെ ശരിക്കും ടൈം നമ്മുടെ ഒരു പ്രിയോറിറ്റി ആണല്ലോ. അപ്പൊ നമ്മളല്ലേ ഡിസൈഡ് ചെയ്യണ്ടേ, നമുക്ക് സെഷൻ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ, നമുക്ക് അതിനുള്ള സമയം കണ്ടെത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മളല്ലേ കണ്ടെത്തുന്നത്. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുക, ഓക്കെ എന്തുകൊണ്ട് ഇനി പ്രചോദനയുടെ ബുക്ക് ക്ലബില് ഞാൻ എവിടൊക്കെയോ ഒരു പാട്ടാണ്, പക്ഷെ അന്നാ പാട്ടല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി അതിനും കൂടെ ഞാൻ എന്നെ ഒരു സ്റ്റിമുലസ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റിമുലസ് കൊടുക്കണം. നോ, യു ഹാവ് ടു റീഡ് ബുക്സ്. അങ്ങനെ ദിശയിലും കൂടെ എങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഞാനിപ്പോ ഭോപ്പാലിരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ഓക്കെ ഞാൻ കേരളത്തിലായിരുന്നെങ്കിൽ, പക്ഷെ അതല്ല, എവിടെ ഇരുന്നാലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പൊ വരുന്നത്. അപ്പം ശരിക്കും ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെ ഉഷ മാമിന്റെ അടുത്ത് പറയാണ് എനിക്ക് ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് തന്നത്. കാരണം ഇന്ന് ശരിക്കും നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡേ ആണല്ലോ. പിന്നെ ഞാൻ ശരിക്കും സാഡ് ആണ്, ഇനി അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള സെഷൻസ് ആയിരുന്നു
ഇത്രയും ദിവസം ഉള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ ദിവസവും 365 ഡേയ്സും ഇങ്ങനത്തെ ഒരു സെഷൻ വേണമല്ലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാരണം നമ്മളും ആസ് കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റ് അല്ലെ ഈ ഒരു പ്രവർത്തനം ചെയ്യുന്ന ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു സ്റ്റിമുലസ് വേണമല്ലോ. കാരണം നമുക്ക് ആ ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ അല്ലേ നമുക്ക് അങ്ങോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു എനർജി ആണല്ലോ. അപ്പൊ എല്ലാവർക്കും ആ എനർജി ട്രാൻസ്ഫർ ആവണമെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഗ്രൂപ്പ്സും പ്രചോദനയുടെ ഓരോ പ്രചോദനം അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ ഇങ്ങനെ എക്സീഡ് ചെയ്ത് പോവാണ്. കാരണം എനിക്ക് മതി വരുന്നില്ല. എന്താണ് ശരിക്കും ഞാൻ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എഴുതി വെച്ച വാക്കുകളൊന്നും അല്ല കേട്ടോ ഞാനിപ്പോ പറയുന്നത്. അപ്പൊ ഇത് ലാസ്റ്റ് ആണല്ലോ, ലാസ്റ്റ് ഡേ. അപ്പൊ എനിക്ക് ഒരിക്കലും ഇത് ലാസ്റ്റ് ഡേ വേണ്ട. മാമിന്റെ ഒക്കെ എല്ലാം ഇനിയുള്ള ഇനീസിയേഷനിൽ എന്തെങ്കിലുമൊക്കെ എന്റേതായ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് ആഗ്രഹിക്കുകയാണ്. കാരണം അതാണ് വേണ്ടുന്നത് നമുക്ക് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ എൻഡ് ചെയ്യാണ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ദ എൻഡിങ്, ദിസ് ഇസ് ദ ബിഗിനിങ്. ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവറി ഓഡിയൻസ് ഓൾസോ. ഓഡിയൻസിനെയും കൂടെ ഞാൻ താങ്ക്സ് പറയണം. കാരണം നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ആർട്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ പാട്ട് പാടാൻ മാത്രം ആളുണ്ടായിട്ട് കാര്യമില്ല, അല്ലെ ഡാൻസ് കളിക്കാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളത് കേൾക്കാനും കാണാനും കൂടി ആള് വേണം. അപ്പൊ പ്രചോദനയുടെ ഓരോ സെഷൻസ് എടുത്തപ്പോഴും ഇത്രയും രാത്രി 9:45 വരെ, അപ്പൊ കഴിഞ്ഞ ദിവസം സെഷൻ നമ്മുടെ സ്പീക്കർ എടുത്തപ്പോ പറഞ്ഞു ഈ ഒരു ടൈമിലും ഇങ്ങനെ ഒരു സെഷൻ കേട്ടിരിക്കണമെങ്കിൽ അപ്പൊ അത്രയും ഒരു എൻതൂസിയാസ്റ്റിക് ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. എന്തെങ്കിലും ചെയ്യണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഓരോരുത്തരും ആയിരിക്കും നമ്മളെല്ലാം. അപ്പം അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് എല്ലാരും വരട്ടെ. എല്ലാ ഓഡിയൻസിനും എന്റെ വളരെ വളരെ താങ്ക് യു. ബ്രേക്ക് ആയിപ്പോയി. ആലിസ് മാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയും പ്രചോദനയുടെ കൂടെ യാത്ര തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരെ മോസ്റ്റ് വെൽക്കം ടു അവർ പ്രചോദന ബുക്ക് ക്ലബ്. അനിത മാമിന്റെ പ്രൊഫൈലിൽ കണ്ടു റീഡിംഗ് ബുക്സ് ഇഷ്ടമാണെന്ന്. പ്രചോദന ബുക്ക് ക്ലബിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അമൃത ഓൾറെഡി പറഞ്ഞു ഷീസ് ജോയിനിങ് വിത്ത് പ്രചോദന ബുക്ക് ക്ലബ് എന്നുള്ളത്. കൂടാതെ ദിശയിലേക്കും കൂടെ വിളിക്കുകയാണ്. കാരണം ഞങ്ങൾ ഓഫ്ലൈൻ മോഡിൽ ഇത് ചെയ്ത് ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ഒരു 1 month ചാലഞ്ച് ഓൺലൈൻ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ റിലേറ്റീവ്സിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു നോക്കി. അതിന്റെ ഒരു ഫീഡ്ബാക്ക് പറയാൻ ഞാൻ എന്റെ ചേച്ചിയെ വിളിക്കുകയാണ്. വളരെ ചുരുങ്ങിയതില് വാട്ട് ഷീ എക്സ്പീരിയൻസ്ഡ് നിങ്ങളെ ഓരോരുത്തർക്കും ഒരു അനുഭവം. അതായത് നമ്മൾ ഒരു കൺസെപ്റ്റ് നമ്മൾ ലേൺ ചെയ്യണത് റൈറ്റ് നോളേജ് കിട്ടണം അല്ലെ നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു റിയൽ ഒബ്സർവേഷൻ വേണം, അല്ലെങ്കിൽ ഒരു റിയൽ എക്സ്പീരിയൻസ് വേണം. അപ്പൊ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാന് ഉമ്മ ചേച്ചിയെ വിളിക്കുകയാണ്. ചുരുങ്ങിയ വാക്കിൽ വാട്ട് ഷീ എക്സ്പീരിയൻസ്ഡ്. യെസ്. ഹായ്. എന്തായാലും 10 ദിവസം കേട്ടില്ലെങ്കിൽ പോലും എന്താ പറയാ സമ്മറി ആയിട്ട് എല്ലാം കൂടെ ഈ ഒരു സമയത്തിനുള്ളിൽ ആ കൊച്ചു പറഞ്ഞു തീർത്തു. എല്ലാം ഓർത്ത് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും. ഓക്കെ. എല്ലാവരും അവനവൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാനും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ചിന്മയ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ സമയം കുറച്ച് കുറവുള്ള ടൈമാണ്. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാന്ന് തോന്നി തുടങ്ങിയ സമയത്താണ് എൻ്റെ അനിയത്തി ദിശ തുടങ്ങുന്നത്. അതൊരു എന്താ പറയുക ഒരു ഓഫ്ലൈൻ മോഡിലാണ്. ഞാനിരിക്കുന്നത് കാക്കനാടും അവളിരിക്കുന്നത് പെരുമ്പാവൂരും. എനിക്ക് പോയി അത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ല ടൈം. അതായത് ഇവിടുന്ന് ഒരു 45 minutes അവിടേക്ക് പോകും, അവിടെ നിങ്ങളുടെ ഒരു 45 minutes. അത് വീക്ക്ലി ട്വൈസ് നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഓൺലൈൻ സെഷൻ എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കോൺസ്റ്റന്റ്ലി പുറകെ നടക്കുകയായിരുന്നു. ഫൈനലി ഷീ ഡിഡ് ഇറ്റ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഡേ സത്യം പറയാലോ ഫസ്റ്റ് ഡേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് കാലത്ത് കോളേജിൽ പോയി കാര്യങ്ങളൊക്കെ വന്നു. അവള് ഓൺലൈനിൽ ഒരു 3 minutes വീഡിയോ 5 minutes വീഡിയോ ഇനീഷ്യൽ അതായത് വാം അപ്പ് സെഷൻ കൊടുത്തു, ഒരു ഡാൻസ് വീഡിയോ, പിന്നെ ഒരു റിലാക്സേഷൻ ടെക്നിക്. ഇതാണ് യൂഷ്വലി ഫോളോ ചെയ്യുന്ന പാറ്റേൺ. അപ്പോൾ അത് എനിക്ക് അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ചെയ്യാൻ പറ്റിയില്ല ഇൻ ദ സെൻസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല.
കുറച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് മിസ്സായത്. അപ്പൊ അവിടെ റിമൈൻഡർ വന്നു, ആരൊക്കെ ചെയ്തു ആരൊക്കെ ചെയ്തില്ല. അതൊരു ഭയങ്കര, അതായത് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, എന്തായാലും നാളെ ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 3 മിനിറ്റേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ കുറ്റബോധം കാരണം ഞാൻ അങ്ങ് 7 മിനിറ്റിന്റെ വീഡിയോ ആണ് ആദ്യം ചെയ്തത്. അയ്യോ, അത് ചെയ്ത് കിട്ടിയപ്പോൾ കിട്ടിയൊരു സുഖം. അതായത് വാമപ്പ്, പിന്നെ ഡാൻസ് കളിക്കാൻ ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു സെഷനിലാണ്. ഡാൻസ് കാണാൻ ഇഷ്ടമാണ്, അങ്ങനെ എന്താ പറയുക, സ്ഥിരമായിട്ട് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. ഡാൻസ് കളിക്കാൻ ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിലാക്സേഷൻ വീഡിയോ ഒരു രക്ഷയുമില്ല. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ റിലാക്സേഷൻ വീഡിയോ ആണെന്ന് ഏറ്റവും അവസാനം തോന്നി. അതിനകത്ത് 3-4 റിലാക്സേഷൻ ടെക്നിക്ക് ഉണ്ടായിരുന്നു. അതിൽ ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ മാറി മാറി ആ റിലാക്സേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്യുമായിരുന്നു. ആ റിലാക്സേഷൻ ടെക്നിക്ക് ട്രൈ ചെയ്ത് നമ്മൾ ഉറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയുക സുഖം, അതൊരു വേറെ ലെവലായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും എങ്ങനെയാണോ ടൈം കിട്ടണേ അതിനനുസരിച്ച് നമുക്ക് ടൈം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൂടുതലുള്ളത് ചെയ്യും, കുറവാണ് ടൈം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറവുള്ളത്. എന്തായാലും കമ്പൽസറി ആയിട്ട് ചെയ്തോ എന്ന് റിമൈൻഡർ അയച്ചുകൊണ്ടിരിക്കും, ചെയ്തു നമ്മൾ റിപ്ലൈയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വെയിറ്റ് കുറഞ്ഞോ ചോദിച്ചാൽ വെയിറ്റ് സ്കെയിലിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഫുൾ ഓഫ് എനർജി, ഭയങ്കര പോസിറ്റീവ്നെസ്. കൊളീഗ്സ് ചോദിച്ചു എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതാണ് മറുപടി. അത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞോടുകൂടി, അതായത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സെയിം ചെയ്തിട്ട് ബോറടിക്കുന്നു, വേറൊരു വീഡിയോ ഇടണം. അത് അവൾ ഇട്ടു, അത് ഞാൻ ചെയ്തു, അതും ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ പറഞ്ഞ XXL ആണ് സൈസ്, ഇപ്പൊ ഞാൻ ലാർജിലേക്ക് എത്തി നിൽക്കുവാണ്. സ്റ്റിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്, എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ ചെയ്യും. സോ യു ക്യാൻ ഓൾസോ ട്രൈ. ഞാൻ 43 ആണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you for that nice words and encouraging one. Alice ma'am, over to you for the final note. താങ്ക് യു ഉമ. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. അതുപോലെ തന്നെ അമൃത, താങ്ക് യു അമൃത. ആ കമ്പൈൽ ചെയ്തെല്ലാം പറഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. ഓർത്തു വെച്ചിട്ട് എല്ലാ ദിവസവും കയറിയെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞാനിത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്പൊ വായിക്കുന്ന ഒരു ബുക്കിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. ഇതാണ് ആ ബുക്ക്, കാണാമോ എന്ന് എനിക്കറിയില്ല. Yes ma'am, The 5 Principles of Parenting. അത് തന്നെയാണ് അനിത പറഞ്ഞു വെച്ചതും. അതിനകത്ത് 5 hours ആണ് പറഞ്ഞേക്കുന്നത്. ഞാൻ മുഴുവൻ വായിച്ചില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അതിന്റെ ബാക്കും ഫ്രണ്ടും മാത്രമേ നോക്കിയുള്ളൂ. അത് 1ാമത്തെ റിലേഷൻഷിപ്പ്, 2ാമത്തെ റിഫ്ലക്ഷൻ, റെഗുലേഷൻ, റൂൾസ് ആൻഡ് റിപ്പയർ. ഇതെന്തൊക്കെ വന്നാലും, എവിടെയൊക്കെ മിസ്റ്റേക്ക് വന്നാലും ലാസ്റ്റ് വ്യൂ ക്യാൻ റിപ്പയർ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പറയും എന്റെ മക്കൾക്ക് ഇങ്ങനെയായി, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ദർ ഈസ് സൊല്യൂഷൻ. ഏത് ഏജിലാണെങ്കിലും നമുക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ. കാരണം വെച്ചാൽ അവരെ നമ്മൾ മോൾഡ് ചെയ്യുന്ന 25 വയസ്സിന് മുമ്പാണല്ലോ വരുന്നതൊക്കെ. അപ്പൊ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെയധികം സത്യമായിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് റിപ്പയർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെപ്പോഴും പാരന്റ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അനിത പറഞ്ഞത് ആ സ്ട്രോക്ക് കൊടുക്കുന്നത്. ഞാൻ TA പഠിച്ചപ്പം സ്റ്റീഫൻ സാർ പറഞ്ഞൊരു കാര്യം, ദർ ഈസ് എന്താ പറയാ, ദർ ഈസ് യു ഗീവ് ബെറ്റർ ഗീവ് നെഗറ്റീവ് സ്ട്രോക്ക് ദാൻ നോ സ്ട്രോക്ക്. കാരണം നോ സ്ട്രോക്കിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത്. എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്താലും അത് സ്ട്രോക്ക് ആണല്ലോ. അത് നിങ്ങൾക്ക് പോസിറ്റീവ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളൊരു ചെറിയ നെഗറ്റീവ് കൊടുത്തോളൂ എന്ന് പറയും. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ റിഫ്ലക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഞാൻ അറിയാതെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ ടീനേജിലെ കുട്ടികളെ ഞാൻ 25 വർഷം പഠിപ്പിച്ചതാ. അപ്പൊ ഞാൻ കുട്ടികളുടെ ഈ മിസ്ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ ഞാൻ പറയേ, എനിക്ക് നിന്നെ കാണുമ്പോൾ നിന്റെ അച്ഛനും അമ്മേനെയാണ് ഓർമ്മ തന്നെ. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? നീ കാണിക്കുന്നതെല്ലാം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടല്ലേ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കും. അതോടുകൂടി അവിടെ തീർന്നു. അച്ഛനും അമ്മേനെയും പറയണത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല, ഒന്നും പറഞ്ഞതല്ല. ഞാൻ ഇനി ഓപ്പൺ ഡേക്ക് വരുമ്പോ ഞാൻ നിന്റെ ഈ ബിഹേവിയർ അവരിൽ കാണും, ഞാൻ അവരെ അങ്ങനെ ഞാൻ ഡീൽ ചെയ്യുള്ളൂ എന്ന് ഞാൻ പേഴ്സണലി വിളിച്ചു നിർത്തി പറയും.
കാരണം അന്ന് ഞാൻ TA പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം അവരിൽ വന്ന മാറ്റം. പിന്നെ അവരത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോണ്ടല്ലോ അച്ഛനെയും അമ്മയും ഓർക്കും. അവരുടെ ഒരു റെപ്ലിക്കാണല്ലോ അവര്. പിന്നെ നമ്മളെപ്പോഴും പറയും ക്ലാസ്സുകളിൽ, ദ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ എന്ന്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റാണ്. അതിനെ എങ്ങനെയും നമുക്ക് ആ ഗിഫ്റ്റാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പാരന്റിങ് ഓക്കെ ആവും. അപ്പൊ ഇത്രയും നന്നായിട്ട് നമുക്ക് ഈ മാല പോലെ ആ പാരന്റിങ്ങിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് അനിതയ്ക്ക് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഒരുമിച്ച് കാണണം ഇനി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആലിസ് മാം, താങ്ക് യു ഉഷ മാം. ആൻഡ് കലച്ചേച്ചി ഇവിടെ ഇല്ല, കലച്ചേച്ചിക്ക് താങ്ക് യു. അമൃത അടിപൊളി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്ത് ഫുൾ 10 days പറഞ്ഞു. ആൻഡ് ഉമ മാം, നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആണ്. കീപ് ഗോയിങ്. അതുപോലെ അമൃതയ്ക്ക് വേണ്ടി you. പറയാണ്, 12-ാം തീയതി മുതൽ വേറൊരു സീരീസ് തുടങ്ങുകയാണ്. ഞങ്ങളുടെ തന്നെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് അത് തുടങ്ങുന്നത്, ഡോക്ടർ ബേബി ചക്രവാണി. അതിന്റെ ലിങ്ക് ഈ ഗ്രൂപ്പിൽ ഇട്ടുതരാം അല്ലെ ഉഷ? ഗ്രൂപ്പിലോ അമൃതയ്ക്കോ ഇട്ട് കൊടുക്കണേ. 12-ാം തീയതി മുതൽ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇനി കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാട്ടും ഓർഗനൈസ് ചെയ്യുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ മിസ് ചെയ്യുന്നു പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ കൈവിട്ട് എന്തോ പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. അതെ, നിങ്ങൾ ഓരോരുത്തരും ഈ തരുന്ന ഫീഡ്ബാക്ക് ആണ്. ഫീഡ്ബാക്ക് ഇസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ദ ചാമ്പ്യൻ എന്ന് പറയുമല്ലോ പോലെ. ആരെല്ലാമോ എവിടെന്നൊക്കെയോ നിങ്ങൾക്ക് പേഴ്സണലി ഞങ്ങൾക്ക് നേരിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതിവെന്നെല്ലാം ഞാനും ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ 10 ദിവസം കൊണ്ടേ നമ്മൾ ഈ 8:30 എന്നുള്ള ഒരു ട്യൂൺഡ് പോലെ ആയി. 8:25 ആകുമ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു റെഡിയായി. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഋഷിരാജ് സിംഗിന്റെ ക്ലാസ് എനിക്ക് മിസ്സായി പോയി. ഞാൻ 7:30 ആയപ്പോഴാണ് ഓർത്ത്, ഈശ്വര ഇന്ന് 6:30 തുടങ്ങുന്നത്, ദൈവമേ ക്ലാസ് തീർന്നു പോയി. എനിക്ക് അത് ഭയങ്കരമായ ഒരു വിഷമം. വെച്ചാൽ ഞാൻ പേഴ്സണലി അത്രയ്ക്ക് അഡ്മയർ ചെയ്യണ ഒരാളാ സാറ്. അപ്പം അത് ഭയങ്കര സങ്കടം. പിന്നെ ആലീസ് മാമിനും ഉഷ മാമിനും ഒക്കെ എന്ത് പറയണം എന്നറിയില്ല. ഇന്നിപ്പോ എടുത്ത് അനിത മാം എന്ന് പറയുന്ന എന്റെ മോനും 29 years എന്റെ മൂത്ത മോന്. അപ്പൊ എനിക്ക് മോളെ പോലെ, അപ്പൊ ഒരു പേരന്റ് ആകാന്നിട്ട് കൂടി എന്തെല്ലാം കാര്യം. അപ്പൊ ഇവരുടെ കുഞ്ഞ് എത്ര ഭാഗ്യം ചെയ്ത കുഞ്ഞായിരിക്കും കുഞ്ഞുണ്ടാകുമ്പോ. താങ്ക് യു സോ മച്ച്. അല്ല ശരിക്കും ഞാൻ ഇപ്പൊ പറയാറുണ്ടോ, ഞാൻ 55 ആയി. ഞാൻ ഇപ്പൊ ഇഗ്നോയില് കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യുന്നു. ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി ചെയ്യുന്നത് എനിക്ക് പേരൻസിനെ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി മാത്രമാണ്. കുഞ്ഞുങ്ങൾ മോശമാകുന്നതിന്റെ ഒരേ ഒരു കാര്യം പേരൻസ് ആണ്. അപ്പൊ ഞാനത് പറയും. ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത്ര വ്യക്തമായിട്ട് അറിയാം. പേരൻസ് ഒരിക്കലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അപ്പോ ഈ ഒരു കൂട്ടായ്മയില് ഇങ്ങനെ ഇവര് കാണാൻ പറ്റിയതും ഈ ക്ലാസ്സിന് വരാൻ പറ്റിയതും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. ആലീസ് മാമിനും ഉഷ മാമിനും ഒക്കെ എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല. ഈ 10 ദിവസം നമ്മളുടെ എന്തുമാത്രം മാറ്റം വന്നൊന്നറിയാമോ? എന്റെ ഇളയ മോൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, അമ്മ ഇന്നലത്തെ ലീനാപ്പിക്ക് ആയിരിക്കരുത് ഇന്ന്. ഏതെങ്കിലും ഒരു സൈഡിൽ അമ്മ ഒന്ന് മാറിയിരിക്കണം. അപ്പൊ അത് ഇപ്പൊ ശരിക്കും എന്റെ മക്കൾ മുതിർന്നു കഴിഞ്ഞാണ് എനിക്ക് ഇത്രയും ബോധം വന്നത്. നമ്മളുടെ മക്കളൊക്കെ അത്ര പിള്ളേരെ നമ്മൾ അംഗീകരിച്ചാൽ മതി. മൂല്യവും മൂല്യച്യുതിയൊന്നും ഇല്ല. ഇന്നത്തെ പിള്ളേരാണ് ഏറ്റവും നല്ല പിള്ളേര്, ഒരു സംശയവും ഇല്ല. നമ്മൾക്ക് 30 വയസ്സിലുള്ള ബുദ്ധി ഇപ്പോഴത്തെ 10 വയസ്സുള്ള കുഞ്ഞിനുണ്ട്. പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. നമുക്കാണ് ബോധമെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കും. അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. അപ്പൊ ഞാൻ എന്റെ മക്കള് കാരണമാണ് ഞാൻ ഇത്രയും ബോധം വന്നത്. ഞാനൊരു പ്രിൻസിപ്പളായിട്ടിരുന്നിട്ട് അത് മതിയാക്കിയിട്ടാണ് ഞാൻ ഈ സൈക്കോളജി പഠിക്കാൻ വന്നത് തന്നെ. അത് എന്റെ മോന്റെ ഒറ്റ ഇൻഫ്ലുവൻസ് കൊണ്ടാ. പക്ഷെ ഞാൻ അതിലിപ്പോ പേഴ്സണലി എന്റെ ഈ 55 ഇയേഴ്സിനുള്ളിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു ജോബ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഈ പഠിക്കാൻ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവരോടും നന്ദി. സമയം ഇത്രയായി. എനിക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്റെ ഹൃദയത്തിൽ നിന്ന്. അത്രയ്ക്കും നന്ദി. ഇനിയും നമ്മള് കീപ്പ് ഓൺ ടച്ചിങ്. താങ്ക് യു എവരിവൺ. താങ്ക് യു മാം. താങ്ക് യു മാം. അപ്പം താങ്ക് യു മാം വൺസ് അഗൈൻ ആൻഡ് സീ യു. ഗുഡ് നൈറ്റ്. ഡെഫിനറ്റ്ലി അനിത മാമിന് ഇനി നാളെ വീണ്ടും സെഷൻ എടുക്കാനുള്ള ഇവരുടെ ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണേന്ന് മനസ്സിലാക്കുന്നു. ഡെഫിനറ്റ്ലി മാം. താങ്ക് യു. Congratulations, Prajolana team. Thank you very much. Good session. താങ്ക് യു അച്ഛാ. Bye.
യെസ്, ഇനി വേറെ ആർക്കെങ്കിലും അനിത മാമിന് പോകാൻ തിരക്കുണ്ട്. ഇനി 17 പേരും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എന്താ പറയണ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഇവിടെ ഇപ്പൊ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഷെയർ ദ ഫീഡ്ബാക്ക് ഓഫ് ദിസ് 10 days. അഖില മാം എന്തോ പറയാൻ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. അഖില മാം ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഓക്കെ, ഇനി ആർക്കും ഇല്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ എൻഡ് ദ മീറ്റിംഗ് സെഷൻ. ആൻഡ് നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ പേജ് ഇട്ട് തരാം, ഡീറ്റെയിൽസ് ഇട്ട് തരാം. പ്രചോദനമായിട്ടുള്ള ജേർണി കണ്ടിന്യൂ ചെയ്യൂ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗ്രേറ്റ് ഡേ ആലിസ് മാമിന്. നമുക്ക് ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.